നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫെഡറേഷൻ NHRF. കേന്ദ്ര ഗവൺമെന്റ് രജിസ്ട്രേഷനുള്ളതും ഇന്ത്യയിലുടനീളം പ്രവർത്തിച്ചു വരുന്ന മികച്ച മനുഷ്യാവകാശ സംഘടനകളിൽ ഒന്നുമാണ് ഇത്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ കൂട്ടായ്മയുടെ അംഗീകാരമുള്ളതും ISO അംഗീകാരമുള്ളതുമായ ഈ സംഘടന യുണൈറ്റഡ് നേഷനുമായും യൂറോപ്യൻ യൂണിയനുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ബ്ലൂ ക്രോസ് സൊസൈറ്റി എന്ന അന്താരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏക സംഘടനയാണ്. ഇന്ത്യയിൽ ഉടനീളവും വിദേശ രാജ്യങ്ങളിലും ഈ സംഘടനയ്ക്ക് അംഗങ്ങൾ ഉണ്ട്. കഴിഞ്ഞ 7 വർഷക്കാലമായി പല അന്താരാഷ്ട്ര സംഘടനകളിലും കേരളത്തിന്റെ നേതൃസ്ഥാനം വഹിച്ചുകൊണ്ടിരുന്ന യുണൈറ്റഡ് നേഷന്റെ വളണ്ടിയർ കൂടിയായ ശ്രീ ഷഫീഖ് ഷാഹുൽ ഹമീദ് ആണ് കേരളത്തിൽ നിന്നും കരുനാഗപ്പള്ളി ആസ്ഥാനമാക്കി 2018 ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫെഡറേഷൻ അഥവാ NHRF എന്ന ഒരു ദേശീയ മനുഷ്യാവകാശ സംഘടനയ്ക്ക് രൂപം നൽകിയത്. മനുഷ്യാവകാശ സംരക്ഷണം, പരിസ്ഥിതിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സർക്കാർ വകുപ്പുകളിൽ പ്രവർത്തനപരമായ ക്രമക്കേടുകൾ അല്ലെങ്കിൽ അഴിമതി വെളിപ്പെടുത്തുന്നതിന്, ബോണ്ടഡ് ലേബർ, ബാലവേല, കസ്റ്റോഡിയൽ ഏറ്റുമുട്ടൽ മരണം, ഉപഭോക്തൃവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പോലീസ് അതിക്രമങ്ങൾ, ബലാത്സംഗം, ലൈംഗിക പീഡനം എന്നിവയ്ക്കെല്ലാം അടിയന്തര നിയമ സഹായം ലഭ്യമാക്കുക, ദളിതരുടെയും സ്ത്രീകളുടെയും സമൂഹത്തിലെ ദുർബല വിഭാഗത്തിന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, കള്ളക്കടത്ത്, കൊള്ള തുടങ്ങിയവയെ നിയന്ത്രിക്കുന്നതിന് പ്രാദേശിക, ദേശീയ, അന്തർദേശീയ നിയമനിർവഹണ അധികാരികളെ അവരുടെ സ്ഥിരം ശ്രമങ്ങളിൽ സഹായിക്കുക, കള്ളനോട്ട്, മയക്കുമരുന്ന്, നിയമവിരുദ്ധ ആയുധങ്ങൾ, കള്ളക്കടത്തുകാർ, കുറ്റകൃത്യങ്ങൾ, സിൻഡിക്കേറ്റ് തീവ്രവാദികൾ എന്നിവയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരം ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകുക വഴി നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ച് സുരക്ഷിതത്വമുണ്ടാക്കിയെടുക്കാൻ സഹായിക്കുക തുടങ്ങി ഒട്ടേറെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായാണ് ഈ സംഘടന രൂപം കൊണ്ടത്. നിയമവാഴ്ച, നല്ല ആരോഗ്യം, വിദ്യാഭ്യാസം, എല്ലാവരുടെയും ക്ഷേമം, മൗലിക സ്വാതന്ത്ര്യം, ലിംഗസമത്വം, മനുഷ്യാവകാശം എന്നിവയ്ക്കായും മാനുഷിക സഹായ തത്വങ്ങൾക്കനുസൃതമായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് സഹായം നൽകുക, രാജ്യത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളുക, സമൂഹത്തിലെ ദരിദ്ര വിഭാഗങ്ങളിൽപ്പെട്ട പൗരന്മാരെ സാമ്പത്തികമായി സഹായിക്കുക, ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക, കൂടാതെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം എല്ലാവരിലേക്കും എത്തിക്കുക, ജനങ്ങളെ തങ്ങളുടെ അവകാശങ്ങളെപ്പറ്റി ബോധവാന്മാരാക്കി നല്ല ഒരു രാജ്യം കെട്ടിപ്പടുക്കുക എന്നീ ഉദ്ദേശങ്ങളോടു കൂടിയാണ് NHRF പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ ചുരുങ്ങിയ കാലയളവിൽ നിരവധി സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണാൻ NHRFന് കഴിയുന്നത് നിങ്ങളുടെ കൂടി സഹായം കൊണ്ടാണ്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനാചരണവും 1ാമത് വാർഷികവും, ഒപ്പം പ്രതിഭകളെ ആദരിക്കലും. ഷഫീഖ് ഷാഹുൽ ഹമീദ്, ഫൗണ്ടർ ആൻഡ് ചെയർമാൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫെഡറേഷൻ അഥവാ NHRF. സ്വന്തം ഭക്ഷണത്തിനും പാർപ്പിടത്തിനും കുടുംബത്തിന്റെ അന്നത്തിനുമൊക്കെ വഴി തേടുമ്പോഴും സാമൂഹിക പ്രതിബദ്ധത നിറഞ്ഞ ജീവിത ശൈലി സ്വായത്തമാക്കിയ ഒരു ചെറുപ്പക്കാരൻ. മനുഷ്യൻ ജനിക്കുന്നത് സ്വതന്ത്രമായ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതിന് വിഘാതം സൃഷ്ടിക്കുന്നത് സാമൂഹിക ജീവിത രീതികളും വ്യവസ്ഥകളുമല്ലേ? ഇതിനെ ചടുലതയോടെ ശാക്തികമായി നിന്നുകൊണ്ട് വിമർശനാത്മകങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ ജനമനസ്സുകളിലേക്ക് ഇറങ്ങി വന്നു ഷഫീഖ്. നന്മമരമെന്ന് സ്വയം വിശേഷിപ്പിക്കാതെ, ആരെയും കൊണ്ട് വിളിപ്പിക്കാതെ, നന്മകൾ കൊണ്ട് സമ്പാദ്യമൊരുക്കി, സ്നേഹം കൊണ്ട് സദ്യ വിളമ്പി ഒരു മനുഷ്യ സ്നേഹി, അല്ല, യഥാർത്ഥ മനുഷ്യ സ്നേഹി.
मुझको भी तो जीने का हक है, मुझको भी तो जीने का हक है। मैं भी तो इंसान हूँ तेरी तरह, तेरी तरह। मैं भी तो इंसान हूँ, मुझको भी तो जीने का हक है, मुझको भी तो जीने का हक है। मैं भी तो इंसान हूँ तेरी तरह, तेरी तरह। मैं भी तो इंसान हूँ। क्यों दिल न रोया तेरा जब तूने मेरे घर से मुझे बेघर कर दिया। क्यों दिल न रोया तेरा जब तूने मेरे अपनों से मुझको जुदा कर दिया। आंखें मेरी भीगी रही, दिल ये मेरा रोता रहा। आंखें मेरी भीगी रही, दिल ये मेरा रोता रहा। मुझको भी तो जीने का हक है, मैं भी तो इंसान हूँ तेरी तरह, तेरी तरह। मैं भी तो इंसान हूँ तेरी तरह, तेरी तरह। मैं भी तो इंसान हूँ। പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ മഹനീയ ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫെഡറേഷൻ അഥവാ NHR ഒന്നാം വാർഷിക ആഘോഷ വേളയാണ് ഇത്. ഒപ്പം ഇന്ന് ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം കൂടിയാണ്. ഈ ദിനാചരണവും അതുപോലെ തന്നെ ഫസ്റ്റ് NHRFിൻ്റെ ഒന്നാം വാർഷികവും കൂടി സമന്വയിച്ചാണ്. ഒപ്പം നമ്മുടെ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ അഭിമാനമായ വ്യക്തിത്വങ്ങളെ ഇവിടെ NHRF ആദരിക്കുക കൂടിയാണ്. അതിൽ നാട്ടുകാരും മറുനാട്ടുകാരുമുണ്ട്. ഒരുപക്ഷെ ലോകം മുഴുവൻ NHRF ശ്രദ്ധിക്കപ്പെടുന്നത് പോലെ തന്നെ വേദിയിൽ നമ്മൾ സ്വീകരിച്ചു. അവരെ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത വിധം നമുക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം നേടിയവർ തന്നെയാണ്. നമുക്കൊക്കെ പ്രിയങ്കരനായ ഓണറബിൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആൻഡ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇൻ കേരള ശ്രീ ടീക്കറാം മീന IAS, അതുപോലെ തന്നെ നമുക്ക് വേദിയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ, അവർ നിങ്ങളോട് സംസാരിക്കും. ഫോമർ കേരള ഹൈക്കോടതി ജസ്റ്റിസ് നമുക്കൊക്കെ പ്രിയങ്കരനായ ശ്രീ B. കമാൽ പാഷ, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കളക്ടർ അബ്ദുൽ നാസർ IAS, പത്മശ്രീ ഡോക്ടർ ജോസ് ചാക്കോ പെരേപുരം, റിട്ടയർഡ് IPS ശ്രീ മൈരി കുഞ്ഞ് സർ, കാര്യവട്ടം ശശികുമാർ സിനി ആർട്ടിസ്റ്റ്, ഡോക്ടർ ഗിരീഷ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലോ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അബ്ദുൽ വാഹിദ്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ചെയർമാൻ EJ കൺസ്ട്രക്ഷൻസ്, MK രാജു, സ്പോർട്സ് ടീച്ചർ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ.
പ്രിയരെ, ഇതുപോലെ ഒരു വലിയ ചടങ്ങ്, വലിയ വ്യക്തിത്വങ്ങൾ നമ്മുടെ നാട്ടിലേക്ക്, കരുനാഗപ്പള്ളിയിലേക്ക് എത്തുന്ന ഈ ഒരു ചടങ്ങിന് പിന്നിൽ ഇന്ത്യയിലുടനീളമുള്ള, ഇന്ത്യയിലെ വിവിധ പട്ടണങ്ങളിലുള്ള, വിദേശ രാജ്യങ്ങളിലുള്ള ഒരുപാട് പേരുടെ സഹായവും സപ്പോർട്ടും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഒരു യുവാവ് ഇതിന് ചുക്കാൻ പിടിച്ചുകൊണ്ടാണ് NHRF രൂപീകൃതമായിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് അടുത്തറിയാം ഈ ഓഡിയോ വീഡിയോ സ്ക്രീനിലൂടെ ആദ്യം, പിന്നീട് നേരിട്ട്. ഷഫീഖ് ഷാഹുൽ ഹമീദ്, ഫൗണ്ടർ ആൻഡ് ചെയർമാൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫെഡറേഷൻ അഥവാ NHRF. സ്വന്തം ഭക്ഷണത്തിനും പാർപ്പിടത്തിനും കുടുംബത്തിന്റെ അന്നത്തിനുമൊക്കെ വഴി തേടുമ്പോഴും സാമൂഹിക പ്രതിബദ്ധത നിറഞ്ഞ ജീവിത ശൈലി സ്വായത്തമാക്കിയ ഒരു ചെറുപ്പക്കാരൻ. മനുഷ്യൻ ജനിക്കുന്നത് സ്വതന്ത്രമായ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതിന് വിഘാതം സൃഷ്ടിക്കുന്നത് സാമൂഹിക ജീവിത രീതികളും വ്യവസ്ഥകളുമല്ലേ? ഇതിനെ ചടുലതയോടെ ശാക്തികമായി നിന്നുകൊണ്ട് വിമർശനാത്മകങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ ജനമനസ്സുകളിലേക്ക് ഇറങ്ങി വന്നു ഷഫീഖ്. നന്മ മരമെന്ന് സ്വയം വിശേഷിപ്പിക്കാതെ, ആരെയും കൊണ്ട് വിളിപ്പിക്കാതെ, നന്മകൾ കൊണ്ട് സമ്പാദ്യമൊരുക്കി, സ്നേഹം കൊണ്ട് സദ്യ വിളമ്പി ഒരു മനുഷ്യ സ്നേഹി, അല്ല, യഥാർത്ഥ മനുഷ്യ സ്നേഹി. ഷഫീഖ് ഷാഹുൽ ഹമീദിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം അഡ്വക്കേറ്റ് MA ആസാദ്, നാസർ കുരുടനെയും തുടങ്ങിയവരുടെയും സാന്നിധ്യമുണ്ട്. ഇനി വൈകാതെ നമ്മുടെ ഔപചാരികമായ ചടങ്ങുകളിലേക്ക് കടക്കുന്നു. സ്വാഗത പ്രസംഗം കോർഡിനേറ്റർ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫെഡറേഷൻ, മിസ്റ്റർ നാസർ കുരുടനെയും. ബഹുമാനരെ, സ്വാഗതം ആശംസിക്കാനുള്ള കൃത്യമായ കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. വളരെ ലളിതവും അങ്ങേയറ്റവും മഹത്തരവുമായ ഈ വേദിയിൽ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ്. സുദീർഘമായ ഒരു സ്വാഗത പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല, കാരണം അത് നിങ്ങളുടെ വിലപ്പെട്ട സമയത്തെ കവർന്നെടുക്കലാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. NHRFനെ കുറിച്ച് ഒരു ഹ്രസ്വമായ രൂപം ഇവിടെ റജി മണ്ണിൽ പറഞ്ഞു കഴിഞ്ഞു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഷഫീഖ് ഷാഹുൽ ഹമീദ് കഴിഞ്ഞ ഏകദേശം ഒരു പതിറ്റാണ്ടോളം വിവിധ മനുഷ്യാവകാശ സംഘടനയിൽ പ്രവർത്തിക്കുകയും കഴിഞ്ഞ ഡിസംബർ 10 ഈ NHRF എന്ന സംഘടന കേരളത്തിൽ കരുനാഗപ്പള്ളി കേന്ദ്രമാക്കി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നതുമാണ്. പ്രവർത്തന നാൾവഴികളിൽ ഒട്ടേറെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഷഫീഖ് ഷാഹുൽ ഹമീദിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ബഹുമാന്യനായ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഇലക്ട്രൽ കമ്മീഷണർ ടിക്കാറാം മീണ അവർകളാണ്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ബാല്യകാല ചരിത്രങ്ങളൊക്കെ പത്രധാരയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. ബാല്യകാലത്ത് ഒട്ടേറെ പ്രതിസന്ധികളോട് നേരിട്ടുകൊണ്ട് ഒരു വെല്ലുവിളിയായി അന്നത്തെ സാഹചര്യം ഏറ്റെടുത്തുകൊണ്ട് പരമോന്നത സ്ഥാനത്തെത്തി മികവ് പുലർത്തിയ ബഹുമാന്യരവർകളെ ഈ സംഘടനയുടെ പേരിലും നിങ്ങളുടെ പ്രതിനിധി എന്നതിലും കൃത്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ അവർ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണക്കാരുടെ സാമൂഹ്യ വിഷയങ്ങളിൽ നിഷ്കളങ്കമായും നിസ്വാർത്ഥമായും
അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന, ഒരുപാട് പ്രമാദമായ കേസുകൾക്ക് വിധി പറഞ്ഞിട്ടുള്ള ബഹുമാനായ കമാൽ പാഷ അവരുടെ ഈ വേദിയിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തായി കൊല്ലം ജില്ലാ കളക്ടർ ബഹുമാനായ നാസറുദ്ദീൻ, സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന് നമുക്കേവർക്കും സുപരിചിതമാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തിൽ കടന്നു വന്ന പ്രതിസന്ധികളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് ഔദ്യോഗിക ജീവിതത്തിൽ ഉന്നത സ്ഥാനത്തിലെത്തി മികവ് പുലർത്തിയ ബഹുമാന്യ ജില്ലാ കളക്ടർ നാസറുദ്ദീൻ അവരുടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഡോക്ടർ ജോസ് ചാക്കോ അവർകളാണ് ഇന്ത്യയിൽ ആദ്യമായി ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത പ്രശസ്തി നേടിയ ഡോക്ടറാണ്. ജീവിതത്തിൻ്റെ തുടിപ്പ് നഷ്ടപ്പെട്ടു പോകുമെന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെയും കഴിവും ഉപയോഗിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ പ്രശസ്തനായ ഡോക്ടർ അവരുടെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തായി മൈത്രി നിസാർ IPS. അദ്ദേഹം കരുനാഗപ്പള്ളിക്കാരനായതിൽ ഞങ്ങളുടെ അഭിമാനമാണ്. അദ്ദേഹത്തിനെയും വളരെ ബഹുമാനാദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആദരവ് ഏറ്റുവാങ്ങുന്ന ശ്രീ രാജു സാർ, ജന്മം കൊണ്ട് അദ്ദേഹം കോട്ടയംകാരനായിരുന്നെങ്കിലും കർമ്മം കൊണ്ട് കരുനാഗപ്പള്ളിക്കാരനായി മാറിയ തഴവയുടെ കൊച്ചു ഗ്രാമത്തിൽ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയം കവർന്ന രാജു സാർ, അദ്ദേഹം സംസ്ഥാന അധ്യാപകർക്കുള്ള സംസ്ഥാന അവാർഡ് വാങ്ങിയ കായിക അധ്യാപകനാണ്. വളരെ ബഹുമാനപൂർവ്വം അദ്ദേഹത്തിന് യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ ഉപരിഷ്ഠരായിട്ടുള്ള മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ സദസ്സിനെ ധന്യമാക്കി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരെ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവരെയും യഥാചർച്ചിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫെഡറേഷൻ NHRF. പ്രിയരെ, ഈ ഒരു സംഘടനയുടെ പ്രസക്തി വളരെ ഏറെയാണ്. ഒരു വർഷം പ്രായമാകുന്നേ ഉള്ളൂവെങ്കിലും ഇതിനകം ശ്രദ്ധേയമായ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ NHRFന് കഴിഞ്ഞു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ വിശിഷ്ട അതിഥി, നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും നേരിട്ടുമൊക്കെ കാണുന്നത് പോലെ തന്നെ അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്ത് നിന്നല്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മലയാള ഭാഷയോടുള്ള അടുപ്പവും ഒക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു അവതാരകൻ എന്നുള്ള രീതിയിൽ എനിക്കും മറുഭാഷ ഉപയോഗിക്കേണ്ടി വരുന്നില്ല എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ആൻഡ് റിയലി വി ആർ ഓണേഡ് വിത്ത് യുവർ പ്രസൻസ്. ആൻഡ് നൗ ഇനാഗുറേഷൻ സ്പീച്ചിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു നമ്മുടെ ചീഫ് ഗസ്റ്റ്, ബഹുമാനനായ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആൻഡ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇൻ കേരള ശ്രീ ടീക്കാറാം മീണ IAS. പ്ലീസ്. ആദരണീയനായ നമ്മുടെ കേരള ഹൈക്കോടതിയുടെ റിട്ടയർഡ് ജസ്റ്റിസ് ഓണറബിൾ ശ്രീ B. കമാൽ പാഷ അവർ, നമ്മുടെ കൊല്ലം ജില്ലയുടെ കലക്ടർ ശ്രീ അബ്ദുൽ നാസർ, ഓണറബിൾ ശ്രീ മൈദീൻ കുഞ്ഞു റിട്ടയർഡ് IPS, ശ്രീ കരിയവട്ടം ശശികുമാർ ചീഫ് സിനി ആർട്ടിസ്റ്റ്, ശ്രീ ഗിരീഷ് കുമാർ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ലോ, ശ്രീ അബ്ദുൽ വാഹിദ് ചെയർമാൻ EJ കൺസ്ട്രക്ഷൻ, Mr. N.K. Raju sports teacher, Mr. Safi Saun Hamid founder and chairman of the National Human Rights Humanitarian Federation, വേദിയിലെ സന്നിഹിതരായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ,
ആദ്യമായിട്ട് ഈ പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ സഫീഖ് ഷാവുൽ ഹമീദിനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ സംഘടന രൂപീകരിച്ചു. എന്നാലും അദ്ദേഹത്തിൻ്റെ ചലനാത്മകമായിട്ടുള്ള വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ മനോഭാവം, അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി, ജനങ്ങളെ സഹായിക്കാനും നല്ല ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള വളരെ തീവ്രമായിട്ടുള്ള ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ എന്നെ ചീഫ് ഗസ്റ്റായിട്ടും ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം ക്ഷണിച്ചതിന് അദ്ദേഹത്തെയും മറ്റ് സുഹൃത്തുക്കളെയും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. മനുഷ്യാവകാശ ദിനമാണ് ഇന്ന് നമ്മൾ ആചരിക്കുന്നത്. എന്താണ് പ്രാധാന്യം? അതിനെക്കുറിച്ച് സംക്ഷിപ്തമായിട്ട് ഇവിടെ പറയുകയുണ്ടായി. നമ്മുടെ മനുഷ്യാവകാശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയാം. അതായത് മര്യാദയോട് സ്വതന്ത്രമായി, നിഷ്കളങ്കമായി, നിഷ്പക്ഷമായി, ഭയമില്ലാത്ത അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഏത് രാജ്യത്തിൽ ഉണ്ടായാൽ അവിടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും. പോലീസിനെയും ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻറ്റിനും നേതാക്കന്മാരും ജുഡീഷ്യറിയും ഭയക്കുന്ന അന്തരീക്ഷം ആണെങ്കിൽ അവിടെ മനുഷ്യാവകാശം നമുക്ക് സംരക്ഷിക്കാനും മനുഷ്യാവകാശ ധ്വംസനം ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ അത് ഒരു സഭ്യമായിട്ടുള്ള ഒരു നല്ലൊരു കൾച്ചറായിട്ടുള്ള ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയാണ് എന്ന് നമുക്ക് അവകാശപ്പെടുത്താൻ സാധിക്കുകയില്ല. പല രാജ്യങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടന ആണ് നമ്മൾ എല്ലാവരും എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കർത്തവ്യങ്ങളും നമ്മുടെ ദൗത്യങ്ങളും എല്ലാം നൽകുന്നത്. അത് എത്രത്തോളം പാലിക്കപ്പെടുന്നു, എത്രത്തോളം ആൾക്കാരെ ബഹുമാനിക്കുന്നു, അതാണ് ഏറ്റവും വലിയ ഒരു ചോദ്യം. ഭരണഘടന എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയിൽ ഉള്ളത്. ഏകദേശം 465 ഇതിലെ അനുച്ഛേദങ്ങൾ, അതായത് ഈ ആർട്ടിക്കിൾസ് ഉണ്ട്. 22 ചാപ്റ്റേഴ്സ് ആൻഡ് 12 ഷെഡ്യൂൾസ്. ഏറ്റവും ഒരു ഭംഗിയായിട്ട് ഏറ്റവും ഒരു നല്ല രീതിയിൽ തയ്യാറാക്കിയ ഭരണഘടന ആണ് നമുക്ക് ഉള്ളത്. ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ള മൂല്യങ്ങളും പാരമ്പര്യങ്ങളും ചില കാര്യങ്ങളും നടപ്പിലാക്കാനുള്ള ചുമതല ഭരിക്കുന്ന ആൾക്കാർക്കാണ്. ഭരിക്കുന്ന ആൾക്കാരുടെ സ്വഭാവം തന്നെ കുറ്റകൃത്യം ചെയ്യാനുള്ള സ്വഭാവമാണെങ്കിൽ, രീതിയാണെങ്കിൽ, പാരമ്പര്യമാണെങ്കിൽ ഭരണഘടനയുടെ മൂല്യങ്ങളും നിയമങ്ങളും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധി നമ്മൾ നേരിടുന്നത് നമ്മളെ ഭരിക്കുന്ന ആൾക്കാരുടെ സ്വഭാവം എന്താണ്, അവരുടെ ചരിത്രം എന്താണ്, അവരുടെ കൃത്യങ്ങൾ എന്താണ്, അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്, ആരവരെ നിയന്ത്രിക്കും, ആരവരെ ചോദ്യം ചെയ്യും, അവരുടെ അഹങ്കാരം എത്രത്തോളമാണ് നമുക്കറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ മനുഷ്യാവകാശ ദിനങ്ങൾ നമ്മൾ ആചരിക്കുമ്പോൾ നല്ലവരായിട്ടുള്ള ആൾക്കാരെ ഒരുമിച്ച് വരണം എന്നാണ് സമൂഹം ആഗ്രഹിക്കുന്നത്. കാരണം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ശാന്തിയും സമാധാനവും നന്മയും സത്യവും ധർമ്മവും ജയിക്കണമെന്നാണ്. ഏത് ജാതിയിൽപ്പെട്ട ആളായാലും, ഏത് സമുദായത്തിൽപ്പെട്ട ആളായാലും, ഏത് മതസംഘടനയുടെ ആളായാലും ഏറ്റവും കൂടുതൽ മനുഷ്യത്വം ആണ് ധർമ്മം എന്ന് നമുക്ക് അറിയാം. അത് നമ്മുടെ ഭരണഘടനയിൽ വളരെ നന്നായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാലും എല്ലാ ദിവസവും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമുക്ക് അറിയാം. നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും ജുഡീഷ്യറിയിൽ ഇരിക്കുന്ന ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ അവരുടെ പ്രവർത്തനം എന്താണ്, അവരുടെ കാഴ്ചപ്പാട് എന്താണ്, അവർ വേണ്ട രീതിയിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, നിഷ്പക്ഷമായിട്ട് ചെയ്യുന്നുണ്ടോ, ഭയമില്ലാതെ ചെയ്യുന്നുണ്ടോ, ചില സന്ദർഭങ്ങളിൽ അവർ സ്റ്റേറ്റ് എടുക്കുന്നുണ്ടോ,
ഈ നിയമങ്ങൾ വളരെ ശക്തമായിട്ട് നടപ്പിലാക്കുന്നുണ്ടോ, അതാണ് ആൾക്കാരെ ഏറ്റവും കൂടുതൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാരെ സമൂഹത്തിൽ ജുഡീഷ്യറിയിലായാലും രാഷ്ട്രീയത്തിലായാലും ഈ അഡ്മിനിസ്ട്രേഷനിലായാലും IAS IPS ഉദ്യോഗസ്ഥന്മാരായാലും ചില ആൾക്കാരെ ചില സന്ദർഭങ്ങളിൽ നല്ല സ്റ്റേജ് എടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് നാട്ടിൽ. അതുകൊണ്ട് മുഴുവൻ അധർമ്മമാണ്, അനീതിയാണ്, ഭയമാണ് എന്ന് പറയാൻ പാടില്ല. ഇനിയും സമൂഹത്തിൽ ധർമ്മം കാത്തു സൂക്ഷിക്കാൻ, സത്യത്തിനു വേണ്ടി പോരാട്ടം ചെയ്യാനും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഭൂരിപക്ഷം ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ സഭ്യതയും സംസ്കാരവും പാരമ്പര്യവും മൂല്യങ്ങളും എല്ലാം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുമ്പോൾ, ഭാരതം എന്ന് പറയുമ്പോൾ ഒരു സങ്കല്പമാണ്. ഈ രാജ്യത്തെക്കാൾ വേറെ ഒരു വിദേശ രാജ്യങ്ങൾക്ക്, അതായത് വെസ്റ്റേൺ കൺട്രീസ് ഒരു കൾച്ചർ ഉണ്ടായിരുന്നു, അവിടെ ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു എന്ന് അവർക്ക് അവകാശപ്പെടാൻ സാധിക്കുകയില്ല. This is the only country which can claim to be a civilized country because there were 5 great civilizations in the world. One of them was Indus Valley civilization, that is Indian Indus Valley civilization, Vedic civilization. Second, Egypt civilization. Then you see the Greece civilization, China civilization. Unfortunately, what is happening are youth, in യുവതലമുറ ചിലപ്പോൾ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ അനുസരിക്കുന്ന ചില കാര്യങ്ങൾ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് അത് അവർ അനുസരിക്കാനും അതുപോലെ ചെയ്യാനുള്ള കാര്യങ്ങൾ വരുമ്പോൾ അമിതമായിട്ടുള്ള ഒരു സ്നേഹം, പാശ്ചാത്യ മൂല്യങ്ങളും പാരമ്പര്യങ്ങളും അവർ ഈ മോഡേൺ ജീവിക്കുന്ന രീതി നമ്മൾ അനുസരിക്കുമ്പോൾ ഒരുപാട് കടം വരും. അതാണ് ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നത്. ഒരുപാട് ആത്മഹത്യകൾ, ഒരുപാട് യൂത്ത് പീപ്പിൾ ആർ ഓൾസോ കമ്മിറ്റിംഗ് ലോട്ട് ഓഫ് സൂസൈഡ്. മോറോവർ ഇപ്പോൾ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ള വളരെ ഒരു വേദന ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ. ഉന്നാവ് കേസാണെങ്കിലും ഹൈദരാബാദിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. ഇതിൻ്റെ പിന്നിലെ മുഴുവൻ ഹൈദരാബാദിൻ്റെ കാര്യം എനിക്ക് അറിയില്ല, പക്ഷേ ഉന്നാവിലെ UP നടക്കുന്ന കേസുകളിൽ തീർച്ചയായിട്ടും അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാർ അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഈ കുറ്റവാളികൾ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെ പോലീസ് പ്രവർത്തിക്കും, എങ്ങനെ ഈ കുറ്റവാളികളെ നമുക്ക് ശിക്ഷിക്കാൻ സാധിക്കും? അതുകൊണ്ടാണ് പോലീസിൻ്റെ ആ ഏറ്റുമുട്ടൽ ഉണ്ടായത്. കാരണം നമ്മൾ ഭരിക്കുന്ന ആൾക്കാരുടെ ജനങ്ങളുടെ വിശ്വാസം അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. They don't trust the judiciary, they don't trust the government, they don't trust the police, they don't trust the IAS officers, they don't trust anyone. That is why people are taking the law into their hand, which is not a very good situation. I am not here to justify that. What we should do is that we should call a spade a spade. We should have that courage. We should have that determination. We should take a stand when certain issues comes up. If everybody thinks that this may happen to me, therefore I should keep quiet, ഇങ്ങനെയുള്ള ജീവിതം ജീവിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഭരണഘടനാപരമായിട്ടുള്ള ഈ പൊസിഷൻസിൽ ഇരിക്കുന്ന ആൾക്കാർ അവർ തീർച്ചയായിട്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ തെറ്റ് തന്നെയാണ്, കുറ്റവാളി ശിക്ഷിക്കേണ്ടതാണ്, എത്രയും വേഗം ശിക്ഷിക്കേണ്ടതാണ് എന്നുള്ള സ്റ്റാൻഡ് നമുക്ക് എടുക്കേണ്ടതാണ്. അതായത് നിശബ്ദത പാലിക്കുമ്പോൾ ആ സമൂഹത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഞാൻ ഇന്നലെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കഴിഞ്ഞ പ്രാവശ്യം 2018 5-അംഗ ബെഞ്ചാണ് സുപ്രീം കോടതിയിൽ. ഈ ബെഞ്ചിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് തന്നെയായിരുന്നു മിശ്ര സാർ ആ ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിച്ചത്. ഏറ്റവും ശക്തമായിട്ടുള്ള, ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം നമ്മുടെ രാജ്യത്തിൽ ക്രിമിനലൈസേഷൻ ഓഫ് പോളിറ്റിക്സ്, കുറ്റവാളിയായിട്ടുള്ള കുറ്റം ചെയ്യുന്ന ആൾക്കാരാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ട് നിയമസഭയിലും പാർലമെൻറ്റിലും ചില ആൾക്കാർ കയറുന്നത്. അത് ഏറ്റവും കൂടുതൽ അപകടമാണ്. പല സന്ദർഭങ്ങളിൽ പല പ്രാവശ്യം
ബൂത്ത് കാലത്തിൽ നമ്മളിത് ചർച്ച ചെയ്താണ്. ഇലക്ടോറൽ റിഫോംസ് ഭാഗമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കൂടുതൽ ഭേദമാക്കാനും ഈ കുറ്റവാളികളെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നിയമം കൊണ്ടുവരാൻ ലോ കമ്മീഷനും പിന്നെ ഇലക്ഷൻ കമ്മീഷനും പലപ്പോൾ റിപ്പോർട്ട് കൊടുത്തതാണ്. പക്ഷേ ഇതുവരെ ആ നിയമം ഉണ്ടാക്കിയിട്ടേ ഇല്ല. കാരണം കാൻഡിഡേറ്റ് സെലക്ഷൻ എല്ലാ രാഷ്ട്രീയ കക്ഷികൾ ഏറ്റവും കൂടുതൽ ഒരു യോഗ്യത ഒരു കാൻഡിഡേറ്റിനെ നോക്കുന്നത് ഹിസ് സ്വഭാവം, അദ്ദേഹത്തിൻ്റെ ഈ ചരിത്രം എന്താണ്, അദ്ദേഹം എത്ര കുറ്റം ചെയ്തിട്ടുണ്ട്, ആദ്യത്തെ മുൻഗണന അയാൾക്ക് തന്നെ ആയിരിക്കും. നല്ലവരായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ചിലപ്പോൾ ടിക്കറ്റും കിട്ടാൻ സാധ്യത ഇല്ല. അതുകൊണ്ട് ഇഫ് യു സീ ദ റിപ്പോർട്ട്സ് ഓഫ് ദ ഇലക്ഷൻ കമ്മീഷൻ ബൈ 2009 വരെയുള്ള കണക്ക് നോക്കുമ്പോൾ ഔട്ട് ഓഫ് 4,000 MLAs and MPs there are 700 criminals in the assemblies and the parliament. അവർക്ക് ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാരാണ് ഇത് കേൾക്കുക. ഹൗ കെൻ യു എക്സ്പെക്ട് ദ ജസ്റ്റിസ് ടു ടേക്ക് പ്ലേസ് ഇഫ് ദിസ് കൈൻഡ് ഓഫ് റൂളേഴ്സ് ആർ ദേർ ഇൻ ദ കൺട്രി? വാട്ട് ദ ജുഡീഷ്യറി വിൽ ഡു? വാട്ട് an IAS officer will do? What an IPS officer will do? If there is a message from the top that don't proceed against such and such person, the police will develop a cold feet. That is what is happening. That is why we wait for years for justice. നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ബ്രദേഴ്സ്, നമ്മുടെ സഹോദരിമാർ ഇപ്പോൾ ഈ ബലാത്സംഗം ചെയ്യുന്ന ഒരു പ്രവണത അത് നമുക്ക് ഒരു നാണക്കേട് തന്നെയാണ്. When we are celebrating the Human Rights Day, this is not the day to celebrate. In fact, we should hang our head in shame when this is happening in the country. എനിക്കും മക്കളുണ്ട്, നിങ്ങൾക്കും മക്കളുണ്ട്, നിങ്ങൾക്കും സഹോദരിയുണ്ട്, നിങ്ങൾക്കും അമ്മയുണ്ട്. നിങ്ങളുടെ അമ്മയ്ക്ക്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ സഹോദരിക്ക് ഇങ്ങനെ സംഭവിച്ചാൽ എന്തോ ഒരു വേദന നിങ്ങൾക്ക് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ വളരെ ഒരു നഗ്നമായിട്ടുള്ള ഈ മനുഷ്യാവകാശ ലംഘനമാണ് ഈ ബലാത്സംഗമൊക്കെ പറയുന്നത്. നമ്മുടെ നാട്ടിലും കേരളം മെച്ചമില്ല. കേരളം ഇത് നടന്നു വരികയാണ്. നമ്മൾ രാഷ്ട്രീയ നീളം നോക്കിയിട്ടാണ് പ്രതികരിക്കുന്നത്. ഈ പാർട്ടിൻ്റെ ആളാണെങ്കിൽ ആ പാർട്ടിയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ആൾക്കാർ ആ കുറ്റവാളികളെ സംരക്ഷിക്കാൻ ആദ്യമായിട്ട് മുന്നോട്ട് വന്നു. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ടോപ്പിൽ വന്നു, ഞങ്ങളുടെ ആൾക്കാരില്ല, നിഷ്കളങ്കനാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള വാദങ്ങളാണ് മുന്നോട്ട് വരുന്നത്. അത് അപകടകരമാണ്. കുറ്റം തന്നെയാണ്. അതിൽ രാഷ്ട്രീയ നീളം നോക്കേണ്ട കാര്യങ്ങളാണ്. Therefore, but my request, my plea is that people should not keep quiet. ജനങ്ങൾ നിശബ്ദത പാലിക്കുമ്പോൾ, രാഷ്ട്രീയ നീളം നോക്കിയിട്ട് പ്രതികരിക്കുമ്പോൾ, സത്യം പറയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെ ആളാണ് എന്ന് നോക്കിയിട്ട് അത് കുറ്റവാളി ഇല്ല എന്ന് പറയുമ്പോൾ അതാണ് അപകടം. മനുഷ്യൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമാണ്, ജാതിക്ക് അതീതമാണ്, മതത്തിൻ്റെ അതീതമാണ്. നമ്മളെല്ലാം ദൈവത്തിൻ്റെ അംശങ്ങളാണ്, ദൈവത്തിൻ്റെ പുത്രന്മാരാണ്, അല്ലാഹുവിൻ്റെ പുത്രനാണ് നമ്മളെല്ലാം. വി ആർ ഡിവൈഡഡ് ഇൻ സെക്ട്സ്. മതങ്ങളും ജാതിയും സമുദായവും അത് വേറെ കാര്യമാണ്. നമ്മുടെ വി ഹാവ് കൺസ്ട്രക്റ്റഡ് ദിസ്, വി ഹാവ് മേഡ് ദിസ് ഫോർ ആർ കൺവീനിയൻസ്. അതർവൈസ് ഒരു കുഞ്ഞി ജനിക്കുമ്പോൾ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല. ഇത് ദൈവപുത്രൻ തന്നെയാണ്. ദാറ്റ് ഈസ് വൈ അതാണ് ഏറ്റവും വലിയ ഒരു ധർമ്മം. നമ്മൾ അമ്പലത്തിൽ പോയി, പള്ളിയിൽ പോയി, ചർച്ചിൽ പോയി അവിടെ ദൈവം കിട്ടുമോ എന്നില്ല. നമ്മൾ മനുഷ്യന്മാരെ എത്രത്തോളം സഹായിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, അവരെ എത്രത്തോളം അവരെ കഷ്ടങ്ങളുണ്ടെങ്കിൽ അവരെത്രത്തോളം നമ്മൾ ന്യായനീതിക്ക് വേണ്ടി പോരാട്ടം ചെയ്യുന്നുണ്ട്. അതാണ് ധർമ്മം, അതാണ് മനുഷ്യത്വം, അതാണ് ഏറ്റവും വലിയ ധർമ്മം. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? അതാണ് സ്വയംവിമർശന വിധേയമായി നമ്മൾ തന്നെ. ഈ ജീവിതം നമുക്ക് ഒരു പ്രാവശ്യം മാത്രമേ കിട്ടുകയുള്ളൂ ജീവിതത്തിൽ. ഈ ജീവിതത്തിൽ either you do wrong things or you do good things. Either you be useful for the society or you can enjoy life with the politicians. അതില്ല ജീവിതം. എനിക്ക് ഈ പോസ്റ്റ് കിട്ടിയത് ഒരു എത്രത്തോളം എനിക്ക്
ജനങ്ങൾക്ക് വേണ്ടി ഉപകാരമാണ്, പ്രയോജനമാണ്. സമൂഹത്തിനും ഞാൻ പ്രവർത്തിക്കുന്ന നാട്ടിലെ എൻ്റെ പ്രയോജനം എന്താണ്, എൻ്റെ ഉപയോഗം എന്താണ്, അതാണ് നോക്കേണ്ടത്. രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂടെ നടന്ന് കാറിൽ നടന്ന് അവരുടെ സ്റ്റേജിൽ ഇരുന്ന് അതല്ല ഉദ്ദേശം ജീവിതത്തിൽ. എനിക്ക് ദൈവം ഈ സർവീസ് തന്നത്, IAS തന്നത് ഒരു വലിയ ഗുണങ്ങൾ, വലിയ ബുദ്ധിയാണ് എൻ്റെ ഇല്ല. ഇത് ദൈവത്തിൻ്റെ ഒരു ഉപഹാരമാണ്, ഒരു വലിയ ഒരു പ്രൈസാണ് എനിക്ക് ദൈവം, അവസരമാണ് എനിക്ക് തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ എന്നെക്കാൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ബുദ്ധിമാനായിട്ടുള്ള ആൾക്കാർ ഈ നാട്ടിലെ ഉണ്ട്, പക്ഷെ അവർക്ക് കിട്ടിയിട്ടേ ഇല്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ മന്ത്രിയായാലും ജഡ്ജായാലും IAS ആയാലും IPS ആയാലും ഇത് ദൈവത്തിൻ്റെ ഒരു ഉപഹാരമായിട്ട് കണക്കാക്കേണ്ടതാണ്. ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു അവസരമാണ് ജനങ്ങളെ സഹായിക്കാനും സേവിക്കാനും വേണ്ടി. കഴിഞ്ഞ 32 വർഷമായിട്ട് ഞാൻ ഈ സംസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ഈ സംസ്ഥാനത്തിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ അപാരമായിട്ടുള്ള സ്നേഹം, ബഹുമാനം, എല്ലാ പിന്തുണ. Not only the people, even the political party, I have not made any enemies in my life. But when I have to take a stand on certain issues, I will take a very strong stand. ഭരിക്കുന്ന പാർട്ടിയാണെങ്കിൽ പ്രതിപക്ഷമായാലും തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ തെറ്റ് തന്നെയാണ് എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. അത് ഇലക്ഷൻ സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാവർക്കും അറിയാം. നിഷ്പക്ഷമായിട്ട്, നീതിപൂർവമായിട്ട്, സ്വതന്ത്രമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ, ഈ ജനാധിപത്യ പ്രക്രിയ മുന്നോട്ട് പോകണം. അതായിരുന്നു പരമപ്രധാനമായിട്ടുള്ള ഉദ്ദേശ്യം. ഈ നാടിൻ്റെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ, കേരളം എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സംസ്ഥാനമാണ്. ഏത് മേഖലയിൽ നോക്കിയാൽ നമുക്ക് who is letting us down? Politicians are letting down the beautiful and most intelligent people of this state. They are not using them, they are not utilizing them properly, they are not giving the freedom to the officers, they are interfering everywhere. നന്മയും തിന്മയും തമ്മിൽ യാതൊരു സത്യവും അസത്യവും തമ്മിൽ വ്യത്യാസമേ ഇല്ല. അതേ സ്ഥിതി വിശേഷമായിട്ടുള്ളത്. അതർവൈസ് we have the most enterprising, most intelligent and most resourceful people in this state. But what is happening in the society? It is being controlled by the politicians. People are divided among Congress, among BJP, among CPM, Mani group, Billa group, Jacob group, etra groups ഇവിടെ ഉണ്ട്. We are divided in various castes and communities. Adapkadama. Therefore, whenever some wrong thing happens, ഒറ്റക്കെട്ടായി നമുക്ക് പ്രതികരിക്കേണ്ടതാണ്. ഇലക്ഷൻ സമയത്ത് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നടപ്പിലാക്കുമ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാരോട് പറഞ്ഞു വളരെ വ്യക്തമായിട്ട്, ഇത് രാഷ്ട്രീയ നേതാക്കന്മാർ, രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്. ഈ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നടപ്പിലാക്കണം. അതിൻ്റെ ചുമതല നിങ്ങൾ തന്നെ ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾ ഈ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തനം ചെയ്യും, പ്രചരണം ചെയ്യും, ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യും. അത് നിങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിഷ്പക്ഷമായിട്ട്, ധൈര്യമായിട്ട്, സ്വതന്ത്രമായിട്ട് ഞങ്ങൾക്ക് നടപ്പിലാക്കാനുള്ള ഭരണഘടനാപരമായിട്ടുള്ള ചുമതലയാണ് എനിക്ക് ഉള്ളത്. അപ്പോൾ നിശബ്ദനായിട്ട് ഇരിക്കാൻ ഞാൻ ഇല്ല ഈ കസേരയിൽ. യു ഹാവ് ടു ബിഹേവ് പ്രോപ്പർലി, യു ഹാവ് ടു വർക്ക് അക്കോർഡിംഗ് ടു ദ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്. തുടക്കത്തിൽ തന്നെ അവരോട് ഞങ്ങൾ പറഞ്ഞു. And you should not expect any kind of leniency, because this is a matter of providing ഒരു ശുദ്ധമായിട്ടുള്ള ജനാധിപത്യം, ഒരു നല്ല ജനാധിപത്യം, ഒരു ശക്തമായിട്ടുള്ള ജനാധിപത്യ സംവിധാനം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇവിടെ നടത്തിയിരിക്കണം എന്നാണ് ഞങ്ങൾക്ക് നിർബന്ധം. അപ്പോൾ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ അഹങ്കാരമാണല്ലോ. അവ ആദ്യമായിട്ട് ഞങ്ങളെ ചോദ്യം ചെയ്തു. ഈ ടിക്കാറാം മീണ ആരാണ് ഞങ്ങളെ ഇത് പഠിപ്പിക്കാൻ വന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ രാജസ്ഥാൻകാരനാണെങ്കിലും എൻ്റെ കർമ്മഭൂമി കേരളമാണ്. 32 വർഷമായിട്ട് ഞാൻ ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ടിക്കാറാം മീണ മലയാളി തന്നെയാണ്. എനിക്ക് അത് നിങ്ങളെപ്പറ്റി അറിയില്ല എന്ന് ധരിക്കേണ്ട, എനിക്കെല്ലാം അറിയാം. പക്ഷെ നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന പാർട്ടിയാണെങ്കിൽ, പ്രതിപക്ഷമാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇല്ല ഞാൻ ഇവിടെ വന്നത്. I have come to work in this state to serve the people. My commitment is for the law, for the constitution and for the people.
3000 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് വന്ന് ഇവിടെ ഞാൻ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് പോസ്റ്റിംഗ് തിരുവനന്തപുരത്ത് കിട്ടിയാലും വയനാടിൽ കിട്ടിയാലും ഇടുക്കിയിൽ കിട്ടിയാലും യാതൊരു പ്രശ്നമേ ഇല്ല. ഒരുപോലെയാണ് എനിക്ക് ട്രാൻസ്ഫറിൻ്റെ യാതൊരു ഭയം ഇല്ല. അത് നമ്മൾ അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ. ബട്ട് it is not that politicians are bad, they will comply. The compliance level is very high in this state. But the ഉദ്യോഗസ്ഥന്മാർ എന്താണ് ചെയ്യുന്നത്? അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് നല്ല ചങ്കാതി ഉണ്ടാക്കാനുള്ള മനസ്സ്. എപ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഗുഡ് ബുക്സ് വരാൻ വേണ്ടി അവരോട് നല്ല സൗഹാർദ്ദ ബന്ധങ്ങൾ ഉണ്ടാക്കും, മിത്രമാക്കാൻ ശ്രമിക്കും, അവരെ സന്തുഷ്ടിപ്പിക്കാനും തുഷ്ടികളും ഹാപ്പിയാക്കാനുള്ള സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. We are not here for that. Our commitment is for the people. And people who are at the grassroots level. I have worked in a very poor family. We did not have anything when my father was working in the fields. I have seen my father and my mother working very hard for us. Out of 6 brothers and sisters, 2 of us went to the school. And ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു, ആശീർവാദം ഉണ്ടായിരുന്നു. മൈ ബ്രദർ എൻറ്റർഡ് ഇൻ IPS and ദൈവം എനിക്ക് IAS കയറാൻ സഹായിച്ചു. അത് ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു ഉപകാരം തന്നെയാണ്. ആൻഡ് ചിലപ്പോൾ ഇത് എൻ്റെ അമ്മയുടെ നല്ല പുണ്യകർമ്മത്തിൻ്റെ ഫലമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള യന്ത്രം ഞാൻ കേരളത്തിൽ വന്നപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, മോനെ എവിടേക്കാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, അമ്മ കേരളത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായില്ലേ കേരളം എവിടെയാണ് എന്ന്. ഞാൻ പറഞ്ഞു, അമ്മ കേരളം നമ്മുടെ വളരെ സുന്ദരമായിട്ടുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്, അവിടെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പേടിക്കേണ്ടതേ ഇല്ല. വളരെ നല്ല ആൾക്കാരാണ്. എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ഇവിടെ തന്നെയാണ്, ചവറയിൽ. ഞാൻ അസിസ്റ്റൻറ്റ് കളക്ടറായിരുന്നു കൊല്ലം ജില്ലയിൽ, ആദ്യത്തെ പോസ്റ്റിലാണ്. എനിക്ക് പരിശീലനം നൽകിയത് 2 പ്രഗത്ഭനായിട്ടുള്ള 2 ഉദ്യോഗസ്ഥന്മാരാണ്. ശ്രീ SM വിജയാനന്ദ് കളക്ടറായിരുന്നു അന്നത്തെ. പിന്നെ രണ്ടാമത്തെ ശ്രീ TP ശേൻകുമാർ. ഈ 2 പേരാണ് എനിക്ക് പരിശീലനം നൽകിയത്. അന്ന് വന്നപ്പോൾ മലയാളം ഒട്ടും അറിയില്ല, ചുക്കും അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ എങ്ങനെ ജീവിക്കും? അങ്ങനെയുള്ള സങ്കടം പ്രതിസന്ധികളെല്ലാം വന്നു. പക്ഷെ ദൈവത്തിൻ്റെ നല്ല അനുഗ്രഹം ഉണ്ടായിരുന്നു. പതിക്കെല്ലാം ശരിയായി. രണ്ടാമത്തെ പോസ്റ്റിംഗ് മാലാപ്പുറം ജില്ലയിൽ വന്നു. മാലാപ്പുറം ജില്ലയിൽ സാക്ഷരതാ പരിപാടി നടക്കുന്ന കാലഘട്ടമായിരുന്നു. 100% സാക്ഷരായിരിക്കണം കേരളം എന്നുള്ള നല്ലൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മാലാപ്പുറം ജില്ലയിൽ ഒരുപാട് സാക്ഷരതാ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിച്ചു. അതിൽ പങ്കെടുക്കുവാനും സംഘടിപ്പിക്കാനും ഒരുപാട് അവസരം എനിക്ക് കിട്ടി. അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ സാക്ഷരരായി. ആ സാക്ഷരായിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാനും ഒരു സാക്ഷരായി മാറി മലയാളത്തിൽ. അതാണ് ഈ മലയാളം പഠിക്കാനുള്ള ഒരു നല്ല അവസരം എനിക്ക് കിട്ടിയത്. അന്ന് ഞാൻ കളക്ടറായിരുന്ന സമയത്ത് തൃശ്ശൂരിൽ TN ശേഷൻ സാർ വന്നുകൊണ്ട് ഒരു പ്രാവശ്യം 96-98 ഞാൻ അവിടെ കളക്ടർ ആയിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ഏറ്റവും നല്ല രീതിയിൽ സഹായിച്ച ഒരു ഡിസ്ട്രിക്ട് ജഡ്ജായിരുന്നു ഡിസ്ട്രിക്ട് ഭാഷൺ. ഡിസ്ട്രിക്ട് ഭാഷണത്തിൻ്റെ എല്ലാ ആശീർവാദവും എല്ലാ സ്നേഹം എന്നോടൊപ്പമായിരുന്നു. അപ്പോൾ അവിടെ ഈ കോൺട്രാക്ടർമാരെ ഞങ്ങൾ ഒരു പ്രാവശ്യം പിടിച്ചു. നിർമ്മിക്കുന്ന കോൺട്രാക്ടർമാർ അവരെ ജയിലിൽ അടച്ചു 2 മാസത്തേക്ക്. വലിയ കോൺട്രാക്ടർമാരാണ്. അപ്പോൾ അവർ പിടിച്ചപ്പോൾ എല്ലാ പാർട്ടിൻ്റെ ആൾക്കാരോട് അവർക്ക് നല്ല ബന്ധം. അവർക്ക് ആൻറ്റിസിപ്പേറ്ററി ബെയിലൊക്കെ കൊടുക്കാൻ അവർ അപേക്ഷ കൊടുത്തു. പക്ഷേ സൗഭാഗ്യവശാൽ ജസ്റ്റിസ് ഭാഷൻ stood very firmly with me. That Mr. Meena, you have taken a very bold stand and I will not let you down. And those contractors did not get bail. So there are hundreds, there are lot of people in this state who, if an officer takes a good stand, they will support you. In the judiciary also, my experience is that almost judiciary will stand with the honest officers. But officers should take a stand. They should firmly stand, not to keep quiet when something wrong goes. And then only we will be able to create a faith and trust in the minds of the people. Otherwise, ജനങ്ങളുടെ വിശ്വാസം, നിങ്ങൾ IAS ആയാലും IPS ആയാലും മന്ത്രി ആയാലും ജഡ്ജ് ആയാലും, if you are not taking a right kind of stand or decision
people will lose the faith in you. Because we are maintaining the institutions. Election Commission the institution. TNCSSR എന്നോട് പറഞ്ഞു ആ കാലഘട്ടത്തിൽ these rules, regulations are there, but who will implement that? Unless ദൈവം പറഞ്ഞല്ലോ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ദൈവം ആകാശത്തിൽ നിന്ന് പറയില്ല. നമ്മൾ തന്നെയാണ് നടപ്പിലാക്കേണ്ടത്. മനുഷ്യന്മാർ നമ്മൾ തന്നെയാണ് നടപ്പിലാക്കേണ്ടത്. ആൻഡ് നടപ്പിലാക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകളും വരും, ചില സമ്മർദ്ദങ്ങളും വരും. ചില ആൾക്കാർ നിങ്ങളെ ഭയപ്പെടുത്താനും ശ്രമിക്കും, നിങ്ങളോട് ചീത്ത പറയും, നിങ്ങളെ പല രീതിയിൽ ഹരേസ് ചെയ്യാനും ശ്രമിക്കും. ബട്ട് യു ഷുഡ് നെവർ ഫർ, ബിക്കോസ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ദേർ ടു സപ്പോർട്ട് good people in the society, particularly in Kerala. കേരളത്തിലെ ഈ ഇങ്ങനെയുള്ള സപ്പോർട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളെ എപ്പോഴും കിട്ടില്ല. അത് എൻ്റെ ഉദാഹരണം വെച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. So I am really proud of the people of Kerala that they have always stood with me, and during the elections the kind of support we get, it's a matter of pride for me. I salute to all of you, and I wish all the best to Sahul Amin, because this is a new beginning. We have started this organization, and most of good people should join this movement, and we should stand firm on certain issues, and let us hope that the rule of law, സത്യമേ ജയിക്കും, നന്മ ജയിക്കും. അത് ആ വിശ്വാസം മനസ്സിൽ എപ്പോഴും ഉണ്ടായാൽ മതി. നല്ല ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമം ജയിക്കട്ടെ. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ TN ശേഷനാണെങ്കിൽ അദ്ദേഹത്തിന് ശേഷം കേരളത്തിലേക്ക് വന്നിട്ടുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇദ്ദേഹത്തിന്റെ പ്രാധാന്യം നമുക്ക് എപ്പോഴും അറിയുന്നതാണ്. രാജസ്ഥാനിലെ ജയ്പൂർ എന്ന സംസ്ഥാന നഗരിയുടെ തൊട്ടടുത്തൊരു ഗ്രാമത്തിൽ ഒരു കർഷകന്റെ മകനായി ജനിച്ച് 3 പതിറ്റാണ്ടിലേറെയായി കേരളത്തിന്റെ പുത്രനായി മാറിയ അദ്ദേഹത്തിന് once again a loud round of applause, and we are really honored with your presence sir on the stage. ഇനി നമുക്ക് ആ മഹത് വ്യക്തിയെ സ്വീകരിക്കാം. നമ്മുടെ ഇന്നത്തെ NHRF നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫെഡറേഷന്റെ 1ാം വാർഷികവും അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനാചരണവും ആചരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യമുണ്ട്. അദ്ദേഹമാണ് ഇനി മുഖ്യ പ്രഭാഷണം നൽകാൻ എത്തുന്നത്. പറയാനുള്ളത് ആനന്ദത്തോടെ മുഖത്ത് നോക്കി പറയുന്ന ആൺകുട്ടി, നമ്മുടെ ജില്ലക്കാരനായ ഈ ജസ്റ്റിസിനെ മുൻപിൽ നോക്കാതെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നിമിഷങ്ങൾ മതി. ജ്വലിക്കുന്ന തിളങ്ങുന്ന കണ്ണുകളിലൂടെ അദ്ദേഹം കാര്യങ്ങൾ നോക്കിക്കാണുകയും ചെയ്യുകയുമാണ്. ഈ കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ അദ്ദേഹം എത്തിയത് ഇതിനു മുൻപ് ഒരു വീഡിയോ രൂപത്തിലാണ്. എൻ്റെ സഹോദരൻ കൂടിയായ നജീബ് മണ്ണേലും അദ്ദേഹത്തിന്റെ കുടുംബവും അപകടത്തിൽപ്പെട്ട ഫാത്തിമ നജീബ് KSRTC ഡ്രൈവറുടെ അനാസ്ഥ കാരണം കൊല്ലപ്പെട്ടപ്പോൾ, മകന്റെ വലതുകരം മുറിച്ചു മാറ്റപ്പെട്ടപ്പോൾ, ബഹ്റൈനിലായിരുന്നിട്ട് കൂടി അദ്ദേഹം വീഡിയോ സന്ദേശത്തിലൂടെ കരുനാഗപ്പള്ളി കണ്ട ഏറ്റവും വലിയ അനുശോചന സമ്മേളനത്തിനെത്തി. അതിന് മലയാളികളുടെ പേരിൽ ലോകം മുഴുവൻ ഇന്ന് ജസ്റ്റിസ് ഫോർ ഫാത്തിമ നജീബ് എന്ന് കേഴുന്ന മലയാളികളുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് മുഖ്യ പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കുന്നു നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ശ്രീ B. കമാൽ പാഷ. പ്ലീസ് സർ. ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ ഷഫീഖ്, ഉദ്ഘാടകൻ ശ്രീ ടിക്കാറാം മീന IAS, വേദിയിലുള്ള ശ്രീ B. അബ്ദുൽ നാസർ IAS ഡിസ്ട്രിക്ട് കളക്ടർ കൊല്ലം, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ സുഹൃത്ത് കൂടിയായ ഡോക്ടർ ജോസ് ചാക്കോ പെരുമ്പുറം, ശ്രീ മൈദി കുഞ്ഞ് IPS റിട്ടയർഡ്, ശ്രീ കാര്യവട്ടം ശശികുമാർ സീനിയർ ആർട്ടിസ്റ്റ്, ഡോക്ടർ ഗിരീഷ് കുമാർ, അബ്ദുൽ വാഹിദ്, മിസ്റ്റർ MK രാജു തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, എൻ്റെ അടുത്ത ബന്ധുക്കൾ, ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്, പ്രിയപ്പെട്ട ബന്ധുജനങ്ങളെ, മെമ്പേഴ്സ് ഓഫ് ദി പ്രിൻ്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ. ഇവിടെ നിങ്ങളോട് ഒരു അരമണിക്കൂർ സംസാരിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ സംഘാടകരെ സമ്മതിച്ചില്ല.
നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്. ആ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് ജീവിക്കാനുള്ള അവകാശം. അതിലൊരു 2 വാചകം, 2 വരിയിലുള്ള ഒരൊറ്റ സെൻറ്റൻസാണ് ആർട്ടിക്കിൾ 21. No person's life and liberty shall be taken away. അത് വാചകം വ്യത്യാസമാണ്, സമയമില്ലാത്തത് നിർത്താം. ടേക്കൺ അവേ അതർവൈസ് ദാൻ ത്രൂ ഡ്യൂ പ്രോസസ് ഓഫ് ലോ. നിയമം വഴിയല്ലാതെ, നിയമ നടപടി വഴിയല്ലാതെ ഒരു മനുഷ്യൻ്റെ ജീവനും അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും എടുക്കാൻ ആർക്കും അധികാരമില്ല എന്ന് പ്രഖ്യാപനം ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 21. ഈ ആർട്ടിക്കിൾ 21 മാത്രമാണ് നമ്മുടെ മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ ഉൾക്കൊള്ളുന്നത്. ആർട്ടിക്കിൾ 21 ആണ്. റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നതിനകത്ത് വരുന്നത് ആകെ 5 കാര്യങ്ങളേ ഉള്ളൂ. അതാണ് നമ്മുടെ മനുഷ്യൻ്റെ അവകാശങ്ങൾ, മനുഷ്യാവകാശങ്ങൾ. അതായത് ആഹാരം, പാർപ്പിടം, വസ്ത്രം, ആരോഗ്യ സംരക്ഷണം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇതാണ് റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം എന്ന് നമ്മൾ പറയുന്നത് ഇത് തന്നെയാണ്. ഇതിനകത്ത് ബാക്കിയെല്ലാം എല്ലാം പെടും. ഉദാഹരണമായിട്ട് ആഹാരം. ഒരു മനുഷ്യന് കഴിയണമെങ്കിൽ, സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ആഹാരം കഴിക്കണം. നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുന്നവരുണ്ട്, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്കെന്തിന് പ്രതിമകൾ, നമുക്കെന്തിന് അമ്പലങ്ങൾ, നമുക്കെന്തിന് പള്ളികൾ? ഇതെല്ലാം മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയുള്ളതാണെങ്കിൽ, മനുഷ്യന് പ്രാർത്ഥിക്കാനുള്ളതാണെങ്കിൽ റോഡിൽ പ്രാർത്ഥിച്ചാൽ എന്താ, ദൈവം കേൾക്കത്തില്ലേ? ഇത് ചിന്തിക്കണം. ഇവിടെ പ്രതിമകൾ വരുമ്പോഴും, അമ്പലങ്ങൾ പണിയുമ്പോഴും, പള്ളികൾ പണിയിപ്പിക്കാൻ തുടങ്ങുമ്പോഴും ഇവിടെ ജനങ്ങളുടെ അവകാശത്തെ, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ, അടിസ്ഥാനമായ അവകാശങ്ങളെ, മനുഷ്യാവകാശങ്ങളെ ഇവിടെ ഹനിക്കുകയല്ലേ? നമ്മളത് കാണണം. ഇവിടെ നേരത്തെ ശ്രീ ടിക്കാറാം മീണ പറഞ്ഞതുപോലെ വേറൊരു വലിയ ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ വാചകം പറഞ്ഞില്ലെന്നുള്ളേ ഉള്ളൂ. പൊളിറ്റിക്സ് ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് ഓൾ സ്കൗണ്ടറൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ രാഷ്ട്രീയം അതപ്പതിച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് തെമ്മാടിക്കൂട്ടങ്ങളുടെ അവസാന അഭയകേന്ദ്രമാണ് എന്ന് ആ രീതിയിലാകാൻ പാടില്ല രാഷ്ട്രീയം. ഇപ്പൊ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതാകരുത്. രാഷ്ട്രീയം ഇവിടെ അത് മനുഷ്യന് വേണ്ടിയാകണം രാഷ്ട്രീയം. ഒരു രാഷ്ട്രീയക്കാരൻ്റെ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നമുക്കറിയാം. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞത്. രാഷ്ട്രത്തെ പൗരന്മാരെ സംബന്ധിക്കുന്നിടത്തോളം ഉള്ള കാര്യങ്ങൾ. ഇവിടെ മനുഷ്യാവകാശങ്ങൾ ചവിട്ടി മെതിക്കപ്പെടുകയല്ലേ? ഇവിടെ മനുഷ്യന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടോ? ഇവിടെ റൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആഹാരം, പാർപ്പിടം, വസ്ത്രം. വീടില്ലാത്ത എത്ര ജനങ്ങൾ, കോടിക്കണക്കിന് ആളുകൾ, വീടില്ലാത്ത കോടിക്കണക്കിന് ആളുകൾ. ഇവിടെ കക്കൂസ് ഉണ്ടെങ്കിൽ അവനിപ്പോൾ ടാക്സ് കൊടുക്കണം, ആഗതികേടാണ്. ഒരു കക്കൂസ് ഉണ്ടെങ്കിൽ അവന് ഇനി വരാൻ പോകുന്ന റേഷൻ കാർഡ് കിട്ടത്തില്ല, നിങ്ങൾ നോക്കിക്കോളൂ. ആ രീതിയിലേക്ക് പോവുകയാണ്. രാജ്യം മതത്തിന്റെ അടിസ്ഥാനങ്ങളിൽ വിഭജിച്ചുകൊണ്ടേയിരിക്കുന്നു, നമ്മൾ കാണുന്നതാണ് ഓരോ കാര്യങ്ങളിലും. അതെന്താണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതിന് സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറെ കൂടെ പറഞ്ഞത്. ആഹാരമില്ല, പാർപ്പിടമില്ല, വസ്ത്രം ധരിക്കാൻ കഴിവുള്ള എത്ര പേരാണ് നോക്കിയോളൂ. നമ്മളൊക്കെ വളരെ ഭാഗ്യമുള്ള ആളുകളാണ്. നേരെ മറിച്ച് ഇതൊന്നുമില്ലാത്ത കോടികൾ നമ്മുടെ രാജ്യത്തുണ്ട്, പല സ്ഥലങ്ങളിൽ. ആരോഗ്യം സംരക്ഷിക്കാൻ ഇവിടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, എവിടെ? അതിനുള്ള കാശുണ്ടോ? ഡയാലിസിസ് നടത്തണം, അതിന് പണമില്ല. ക്യാൻസറിന് ട്രീറ്റ് ചെയ്യണം, പണമുള്ളവന് മാത്രം പറ്റുന്നു, പണക്കാരനല്ലാത്തവൻ കഷ്ടപ്പെടുന്നു. ഇവിടെ നമ്മൾ കാണേണ്ട കാഴ്ചയാണ്. ആരോഗ്യം സംരക്ഷിക്കാൻ മാർഗമില്ല, മരുന്നിൻ്റെ വില മനുഷ്യന് താങ്ങാൻ പറ്റുന്നില്ല, ഇതിന് പണമില്ല. അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ശരിയായ വിദ്യാഭ്യാസം അർഹതയുള്ളവർക്ക് കിട്ടാതെ ഉഴലുന്ന ധാരാളം കുഞ്ഞുങ്ങളുള്ള നാടാണ് നമ്മുടേത്. മാത്രമല്ല ഇവിടെ ഇപ്പോൾ പെൺകുഞ്ഞുങ്ങൾക്ക് വഴിയിലിറങ്ങി നടക്കാൻ പറ്റും. നമ്മുടെ രാജ്യത്തെ കാര്യം ആലോചിച്ച് നോക്കിയോളൂ. കേരളത്തിലായാലും അതുപോലെ തന്നെ വെളിയിലായാലും മനുഷ്യാവകാശങ്ങളുടെ ധ്വംസനമാണ്. ഒരു റൈറ്റ് ടു ലൈഫ്, അതായത് ഒരാളുടെ ജീവൻ എടുക്കാൻ നിയമത്തിന്റെ പ്രാബല്യമില്ലാതെ പാടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. അതില്ലാതെ വെടിവെച്ച് കൊല്ലപ്പെടുന്ന ആളുകൾ നമ്മൾ കാണുകയാണ് പലയിടത്തും. ഇപ്പോൾ നമ്മൾ കണ്ടു ശിക്ഷ നടപ്പാക്കുന്നത് തെലങ്കാനയിൽ. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നീതിയായിരിക്കാം, പക്ഷേ അത് നീതിയല്ല എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞതിൽ അർത്ഥമുണ്ട്. അത് നീതിയല്ല എന്ന് പറയാൻ കാരണം ജസ്റ്റിസ് അക്കോർഡിംഗ് ടു ലോ, നിയമാനുസരണമുള്ള നീതി. അതാണ് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത്. നമുക്ക് ജസ്റ്റിസ് കിട്ടുന്നത് നിയമാനുസരണമുള്ള നീതിയാണ്, അല്ലാതെ കാട്ടുനീതിയല്ല. മനുഷ്യൻ പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ് എന്ന് പറയുന്ന സിസ്റ്റമാണെങ്കിൽ ഇവിടെ മനുഷ്യാവകാശങ്ങൾ ധ്വംസിക്കപ്പെടും. ഇവിടെ ആശയങ്ങൾ പുറത്തു പറയാൻ ആർക്കും അധികാരമില്ല. ആ രീതിയിലേക്ക് പോകാൻ അവകാശമില്ല. എവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ? സംസാരിക്കുന്നവരെ കൊലപ്പെടുത്തുന്ന നാടാണ്. ആ രീതിയിലേക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു.
ഇതൊക്കെ നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ് ഈ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തിൽ. ഈ മനുഷ്യാവകാശ ദിനത്തിലുള്ള പ്രഖ്യാപനം, UN പ്രഖ്യാപനം നമ്മൾ നോക്കിയാൽ മതി. മനുഷ്യന്റെ എല്ലാ അവകാശങ്ങളും, ഈ അവകാശങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കിക്കോളൂ. എവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, പെൺമക്കൾക്ക് പ്രത്യേകിച്ച് എവിടെയാണ് അവകാശം? അവരുടെ ജീവൻ സംരക്ഷിക്കാൻ, അവരുടെ മാനം സംരക്ഷിക്കാൻ എന്താണ് ഇവിടെ ഉള്ളത്? മൃഗങ്ങളെ സംരക്ഷിക്കുന്ന അതേ കാഴ്ചപ്പാടെങ്കിലും ഈ മനുഷ്യ കുഞ്ഞുങ്ങളെടുത്ത് കാണിച്ചിരുന്നെങ്കിൽ അവർ നമ്മുടെ രാജ്യത്തിന് മുതൽക്കൂട്ടായി പോകില്ലേ? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ വിവാദപരമായ വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല, പ്രത്യേകിച്ച് എനിക്ക് സമയമില്ല, അതാണ് കാരണം. പിന്നെ ബാക്കി ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇവിടെ നമ്മളിപ്പോൾ നോക്കേണ്ടത്, അതായത് ഇവിടെ ഈ മനുഷ്യാവകാശ സംഘടനയുടെ, അതായത് NHRFന്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം. മനുഷ്യ സ്നേഹികൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? നമ്മുടെ ഒരു പൗരന്റെ ധർമ്മം, അത് ഞാൻ പല പ്രാവശ്യം പറയുന്നതാണ്. പൗരന്റെ ധർമ്മം എന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല, നമ്മുടെ സഹജീവികൾ, നമ്മുടെ സഹോദരങ്ങളുള്ളൊരു കാഴ്ചപ്പാട് വേണം. അതാണ് ഒരു പൗരന്റെ ധർമ്മം. ആ സഹജീവികൾ കഷ്ടപ്പെടരുതെന്നും അവരും നമ്മളെപ്പോലെ തന്നെ ഈ ലോകത്ത് ജീവിക്കണമെന്നും അന്തസ്സായിട്ട് ജീവിക്കണമെന്നും ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. കഷ്ടപ്പെടുന്നവനെ ദുരിത കയത്തിൽ നിന്ന് കൈപിടിച്ച് കയറ്റുന്നവനാണ് ശരിയായ പൗരൻ. അത് മാത്രമല്ല, എനിക്കെന്ത് സംഭവിച്ചാൽ ഞാൻ എന്നെക്കുറിച്ചല്ല നോക്കേണ്ടത് ഒരിക്കലും. അന്യന് സംഭവിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ, അതിൽ ഞാൻ മിണ്ടാതിരുന്നു പോയാൽ, പ്രതികരണശേഷി ഇല്ലാതിരുന്നാൽ ഒരിക്കലും എന്നെ ഒരു പൗരനെന്ന് വിളിക്കാൻ പാടില്ല നിങ്ങളാരും. ഒരു പൗരന്റെ ധർമ്മം എന്ന് പറയുന്നത് കൂടെയുള്ള ആളുകളെ, മറ്റ് സഹജീവികളുടെ, അവരെ നോക്കുന്നതും അവരുടെ പ്രശ്നങ്ങളിൽ അവർ ദുഃഖിക്കുമ്പോൾ നമ്മൾ ദുഃഖിക്കുന്നതും അവർ സന്തോഷിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നതും ആണ് ഒരു പൗരന്റെ ധർമ്മം. അവിടെ കഷ്ടപ്പാട് വരുമ്പോൾ, ഒരു പൗരനൊരു ഒറ്റപ്പാട് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഒരു കടമയുണ്ട്, അതിൽ പ്രതികരിക്കുക എന്നുള്ളത്. നമ്മളതിന് പ്രതികരിക്കണം, അതിൽ പ്രതിഷേധിക്കണം. ഒരാൾക്കൊരു കഷ്ടപ്പാട് വന്നാൽ മിണ്ടാതിരുന്നിട്ട് ഇവിടുന്ന് ജീവിച്ച് പോയിട്ട് എന്താ കാര്യം? അതിൽ പൗരനായിട്ട് നല്ലൊരു പൗരനായി മാറുക. നമ്മുടെ മനുഷ്യാവകാശ അന്തർദേശീയ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നല്ല പൗരന്മാരായിട്ട്, ഉത്തമ പൗരന്മാരായിട്ട് നമ്മൾ ജീവിക്കുക. അന്യൻ്റെ പ്രശ്നങ്ങളും എൻ്റെ പ്രശ്നങ്ങളാണ് നമ്മുടെ പ്രശ്നങ്ങളാണെന്ന് നമ്മളൊന്ന് കണക്കാക്കുക. അവൻ്റെ സങ്കടം നമ്മുടെ സങ്കടങ്ങളാണെന്നും കൂടെ നമ്മളൊന്ന് കണക്കാക്കുക. അത്രയും മതി. എല്ലാവിധ ആശംസകളും ഞങ്ങൾ നിങ്ങൾക്ക് നേരെയാണ്. ഇനി ഒരവസരത്തിൽ അതുപോലെ നമ്മുടെ ശ്രീ മൈലീൻ, ബഹുമാനപ്പെട്ട മൈലീൻ IPS ആറുകൾ എന്നെ എന്തുകൊണ്ടൊരു പ്രോഗ്രാമിന് വിളിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം ഞാനിവിടെ വരും ഒന്നുകൂടെ. അപ്പോൾ കുറച്ച് സമയം സംസാരിക്കാം. എല്ലാവിധ നന്മകളും ആശംസകളും ഞാൻ നേരെയാണ്. അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ ഷഫീഖ് ഷാവിലെ മീതിന് അദ്ദേഹത്തിന് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, പക്ഷേ UN-ന്റെ ഒരു പ്രതിനിധിയായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നു. ഇതേപോലുള്ള അന്താരാഷ്ട്ര സംഘടനകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ഈ മനുഷ്യാവകാശ സംഘടന NHRF രൂപീകരിച്ചിരിക്കുന്നു. അതിൻ്റെ ഫൗണ്ടർ ചെയർമാനാണ് അദ്ദേഹം. അതിൻ്റെ ആദ്യത്തെ അതിൻ്റെ ബർത്ത്ഡേ ആണ് ഇത്. അപ്പോൾ ഏതായാലും എല്ലാ ആശംസകളും ഈ സംഘടനകൾക്കും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ഫൗണ്ടർ ചെയർമാനും അദ്ദേഹത്തിൻ്റെ ടീമിനും ഞാൻ നേരുകയാണ്. കൂടുതൽ മനുഷ്യാവകാശങ്ങളെയെല്ലാം നമുക്ക് സംരക്ഷിക്കാൻ എല്ലാവർക്കും ഒന്ന് കൈകോർത്ത് ഇറങ്ങാം. നല്ല പൗരന്മാരായിട്ട് നമുക്ക് ബാക്കി എല്ലാവർക്കും വേണ്ടി, നമുക്ക് മാത്രമല്ല വേണ്ടി ജീവിക്കാം എന്ന ഒരു ആശംസയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ്. ഇനി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്ന വ്യക്തിക്ക് ഒറ്റ വാക്കിൽ ഒരാമുഖം പറഞ്ഞാൽ മതിയാവും. ജീവിത യാഥാർത്ഥ്യത്തിന്റെ ശരിയായ മുഖം വായിച്ചറിഞ്ഞ ഇന്ത്യൻ ഭരണ സർവീസിന്റെ അംഗീകാരം പൊന്തൂവൽ പോലെ സൂക്ഷിച്ചുകൊണ്ട് കർമ്മപഥത്തിൽ ശോഭയോടെ പ്രവർത്തന സജ്ജനായ ഭരണാധികാരി, ദ വൺ ആൻഡ് ഓൺലി ഹോണറബിൾ ഡിസ്ട്രിക്ട് കളക്ടർ കൊല്ലം ശ്രീ B. അബ്ദുൽ നാസർ IAS. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ ഷഫീഖ് ഷാഹിലി, എൻ്റെ ആദരണീയനായ ഗുരു അഡീഷണൽ ചീഫ് സെക്രട്ടറിയും നമ്മുടെ സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറുമായ ശ്രീ ടിക്കാറാം മീണ സർ, നമ്മുടെ കേരളത്തിൻ്റെ ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുന്ന ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ സാറിന് ശേഷം മകുടോദാഹരണമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ജസ്റ്റിസ് B. കമാൽ പാഷ സർ, വേദിയിലുള്ള പ്രഗത്ഭ വിശകരൻ ഉൾപ്പെടെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഇന്ന് 1948
UN പ്രൊക്ലമേഷന് ശേഷം ലോകത്തുടനീളം മനുഷ്യാവകാശ ദിനമായി നമ്മളെല്ലാവരും ആചരിച്ചുകൊണ്ടിരിക്കുന്നു. സർക്കാർ തലത്തിൽ സെൻട്രൽ ഗവൺമെന്റിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ വിവിധങ്ങളായ പരിപാടികളോടെ ഔദ്യോഗികമായും മറ്റ് വിവിധ സന്നദ്ധ സേവനങ്ങളുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്നത്തെ ദിവസം വളരെയധികം സമുചിതമായാണ് ആചരിക്കപ്പെടുന്നത്. ബഹുമാനായ നമ്മുടെ ടിക്കാറാം മീണ സാറ് തുടങ്ങി വെക്കുകയും കമാൽ പാഷ സാറ് തുടരുകയും ചെയ്തിട്ടുള്ള വാക്കുകളിൽ നിന്ന് മാത്രം ഒതുങ്ങിക്കൊണ്ട് ഞാൻ 2 വാക്കുകൾ സംസാരിക്കുകയാണ്. സാറിനും 2 സാറുമാർക്കും 12 മണിക്കുള്ളിൽ 2 പരിപാടികളുണ്ട്. എനിക്കും സാറിൻ്റെ കൂടെ വേറൊരു പരിപാടി. അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കമാൽ പാഷ സാർ 5 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ പലപ്പോഴും നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നത് 1-2 വിഷയങ്ങളിലാണ് മനുഷ്യാവകാശം നിഷേധിക്കപ്പെടുന്നത്. ആ മേഖലയിലാണ് നമ്മൾ കൂടുതൽ പ്രവർത്തിക്കേണ്ടത് എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരുപാട് വിഭാഗങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഭരണകൂടത്തിൻ്റെ മിഷനറിയായി പ്രവർത്തിക്കുന്ന പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ചില ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഇഷ്യൂസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ലോകത്തുടനീളം മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടക്കുന്ന അതേ സന്ദർഭങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ഇതിൻ്റെ ഒരുപാട് അന്വേഷണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിലോ ആണെങ്കിൽ പോലും, നമ്മുടെ ജില്ലയിലാണെങ്കിൽ പോലും, അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിലും ആ വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പത്രദ്വാര, സോഷ്യൽ മീഡിയ ദ്വാര, മറ്റ് മാധ്യമങ്ങൾ വഴി നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഇതിന്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് ഓരോ വിഷയങ്ങളും വരുമ്പോൾ മാത്രം പ്രതികരിക്കുന്നത് ഒഴിവാക്കി, ഓരോ പ്രശ്നങ്ങൾ മാത്രം വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളും അതേപോലെ തന്നെ ആ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പരിപാടികളും നടത്തുന്നതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ചികിത്സ കൊണ്ട് മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാടുകളിൽ തന്നെ നമ്മുടെ അടുത്തൊക്കെ പരാതികളുമായിട്ട് വരുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ മുതിർന്നവരുണ്ട്. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് തുടങ്ങി നമ്മുടെ തൊട്ട അയൽപക്കങ്ങളിൽ വരെ നടമാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നമ്മളൊരു പക്ഷെ നമ്മുടെ അയൽവാസികളെന്നോ അല്ലോ മറ്റോ ധാരണയിൽ നമ്മൾ അവഗണിച്ചു പോകുന്നുണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു സംശയമാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന ഒരു കുട്ടി, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും അവരുടെ കുടുംബവും വന്ന് പറഞ്ഞ കഥകൾ കേൾക്കുമ്പോൾ ഈ നാട്ടിലാണോ ഇത് നടക്കുന്നത് എന്ന് കഥകൾ എനിക്ക് പറയാൻ നിവൃത്തിയില്ല. അത് നിങ്ങളോട് അവതരിപ്പിക്കാൻ നിവൃത്തിയില്ല. കാരണം ആ കുട്ടികളുടെ ഐഡന്റിറ്റി ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഈ നമ്മുടെ നാട്ടിലാണോ, നമ്മുടെ വീട്ടിൻ്റെ അകത്തളങ്ങളിലാണോ, നമ്മുടെ അയൽപക്കങ്ങളിലാണോ ഇത് നടക്കുന്നത് എന്ന് ഒരു പക്ഷേ സംശയിച്ചു പോകും. കുട്ടികൾക്ക് ഇന്ന് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം പോലും നമ്മുടെ ചുറ്റുപാടുകളില്ല. നമ്മുടെ കൊല്ലം ജില്ല ഇപ്പോൾ സേഫ് കൊല്ലം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഞങ്ങളുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ കീഴിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അതിൽ സേഫ് എൻവിറോൺമെന്റ്, സേഫ് വാട്ടർ ഉണ്ട്, സേഫ് ഫുഡ് ആൻഡ് ഹെൽത്ത് ഉണ്ട്, സേഫ് റോഡുണ്ട്, സേഫ് ചിൽഡ്രൻ ഉണ്ട്. മനുഷ്യാവകാശവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബോധവൽക്കരണം തന്നെയാണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തത് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ഇതിനെതിരായിട്ടുള്ള നടപടികളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സേഫ് ചിൽഡ്രൻ, വിമൻ ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്ന വിഷയത്തിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അവരെ കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മനുഷ്യാവകാശ ധ്വംസനത്തിന്റെ മനസ്സുകൾ, നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എത്രത്തോളമാണെന്ന് ചിലപ്പോൾ പല ആൾക്കാരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുമ്പോൾ മാത്രമേ കാണാൻ കഴിയൂ. നമ്മൾ പല സംഘങ്ങളിലും പല പ്രവർത്തനങ്ങളിലും പ്രസംഗങ്ങളിലും പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന നേതാക്കന്മാരുടെ അനുയായികളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിലാണ് ചിലപ്പോഴെങ്കിലും ഇത് നടമാടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയും. ചില സന്ദർഭങ്ങളിലെങ്കിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളെ സമീപിച്ചു നോക്കുമ്പോൾ
അധികാരികൾ ഈ കേസുകളുടെ ഗൗരവം കുറച്ചുകൊണ്ട് ലാഘവത്വത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമം ചിലയിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക. ഒരു സ്കൂളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം LKG കുട്ടികൾ, LKG UKG കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം ഈ അടുത്ത ദിവസം നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ സ്കൂളിൽ ഞാൻ 2 തരത്തിലുള്ള അന്വേഷണം നടത്തി. സ്കൂൾ അധികൃതമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി, എൻ്റെ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായത് സ്കൂൾ അധികൃതരാണ് ഒന്നാമത്തെ പ്രതി എന്നുള്ളതാണ്. അവര് മനുഷ്യാവകാശ ദംസനം എന്ന് പറയുന്ന പ്രവൃത്തി അവർ ചെയ്തിട്ടില്ലെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അവരുടെ മനോഭാവം മാറിക്കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞാൻ ആദ്യം ചെയ്തത് ആ സ്കൂളിന്റെ ഹെഡ്മാസ്റ്റർ സസ്പെൻഡ് ചെയ്യുന്നതാണ്. എന്നിട്ടാണ് തുടർന്നോടുകൂടി ഞാൻ നീങ്ങിയത്. ആ സ്കൂളിൽ ഹെഡ്മാസ്റ്റർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ആ സ്കൂളിൽ ഹെഡ്മാസ്റ്റർ സസ്പെൻഡ് ചെയ്യപ്പെട്ടപ്പോൾ ആ സസ്പെൻഡ് ചെയ്യപ്പെട്ട അധ്യാപകന് വേണ്ടി സംസാരിക്കാൻ എൻ്റെ അടുത്ത് വന്ന ആൾക്കാരുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണം, നിങ്ങളുടെ വീടുകളിൽ എത്ര കുട്ടികളുണ്ടെന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ആ കുട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് അവർ ഞാൻ തിരിച്ചയച്ചത്. അപ്പൊ ഈ രീതികൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ മനുഷ്യാവകാശ പ്രവർത്തനത്തിന്റെ മാതൃകയായിക്കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ, നമ്മുടെ തൊട്ട് പരിസരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യാവകാശ ധ്വംസനങ്ങളെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, നമ്മുടെ ആരോഗ്യപരമായ നമ്മൾക്ക് ഒരു റൈറ്റ് ടു ഹെൽത്തിനുള്ള നമ്മുടെ അവകാശം നമുക്ക് സംരക്ഷിക്കപ്പെടാനുണ്ടെങ്കിൽ, നമ്മുടെ ആ വിദ്യാഭ്യാസത്തിനുള്ള യഥാർത്ഥ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് സ്കൂളുകൾ പോകുക മാത്രമല്ല, സ്കൂളുകളിൽ സുരക്ഷിതമായ രീതിയിൽ വിദ്യാഭ്യാസം കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അത് സ്കൂൾ അധികൃതർ മാത്രം വിചാരിച്ചാൽ കഴിയില്ല, അതൊരു സർക്കാർ മാത്രം വിചാരിച്ചില്ല, നമ്മളും കൂടി വിചാരിക്കണം. ആ സ്കൂളിലേക്ക് രക്ഷിതാക്കൾ വിചാരിക്കണം, ആ സ്കൂളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ വിചാരിക്കണം, അതിലെ PT വിചാരിക്കണം. കുട്ടികളോട് സംസാരിക്കാത്ത രക്ഷിതാക്കളാണ് സാർ നമ്മുടെ മുമ്പിലുള്ളത്. കുട്ടികളോട് യഥാർത്ഥത്തിൽ സംസാരിക്കാൻ സമയം കിട്ടാത്ത രക്ഷിതാക്കളാണ് ഭൂരിഭാഗം നമ്മുടെ മുമ്പിലുള്ളത്. എത്ര കുട്ടികളോടാണ് നമ്മൾ ദിവസവും സംസാരിക്കുന്നത്? ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും പോയിട്ട് പറയുന്നത്, ഞാൻ ഇന്നലെ എത്തുന്നത് 11 മണിക്കാണ് വീട്ടിൽ. ഞാൻ മിക്ക ദിവസം എത്തുന്നത് 9-10 മണി കഴിഞ്ഞിട്ടാണ്. പക്ഷെ എന്നെ കാത്തിട്ട് അവിടെ എൻ്റെ ഭാര്യയും മകളും ഉണ്ടാവും. മകൻ ചിലപ്പോൾ കുറച്ച് നേരത്തെ ഉറങ്ങും. അവരോട് 2-3 വാക്കുകളെങ്കിലും സംസാരിക്കാതെ ഞാൻ ഉറങ്ങാറില്ല. അവരോട് 2-3 തമാശ പറയാതെ ഞാൻ ഉറങ്ങാൻ പോകുന്ന പ്രശ്നമേ ഇല്ല. എനിക്കറിയാം നമ്മളെ കാത്തിരിക്കുന്നത് നമ്മളോട് 2 വർത്താനം പറഞ്ഞുകൊണ്ട് ശണ്ടക്കുടാനാണെങ്കിൽ പോലും സംസാരിക്കാൻ പറ്റുന്ന കുടുംബങ്ങൾ നമുക്കുണ്ടോ എന്നുള്ളത് നിങ്ങളെല്ലാവരും പരിശോധിക്കണം. കുട്ടികളോട് യഥാർത്ഥത്തിൽ സംസാരിക്കാൻ പറ്റുന്ന രക്ഷിതാക്കളുണ്ടെന്ന് മനസ്സിലാക്കാം. നമുക്ക് സോഷ്യൽ മീഡിയയിൽ നോക്കാനും ചാറ്റ് ചെയ്യാനും ഈ തോണ്ടിക്കളിക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് സമയങ്ങൾ അതിന് നമുക്ക് ചിലവാക്കാൻ യാതൊരു പ്രയാസവുമില്ല, ഞാനും ചിലവാക്കുന്ന ആളാണ്. പക്ഷെ അതിന്റെ കൂടെയെങ്കിലും അതിൽ ചെലവാക്കുന്ന സമയത്തിന്റെ 10-1 നമ്മുടെ കുട്ടികളോട് സംസാരിക്കാൻ സ്കൂളിൽ എന്താണ് സംഭവിച്ചത്, നിങ്ങൾ വരുന്ന വഴിയിൽ എന്താണ് സംഭവിച്ചത്, നിങ്ങളുടെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് നമ്മുടെ പഠന മാർഗമായിട്ട് നടന്നത്, സ്കൂളിൽ നിന്ന് കുട്ടികൾ എക്സ്കർഷന് പോകുമ്പോൾ എവിടെയൊക്കെയാണ് പോയത്, എന്തൊക്കെയാണ് കണ്ടത് എന്നുള്ള കാര്യങ്ങളെങ്കിലും മനസ്സ് തുറന്നുകൊണ്ട് സംസാരിക്കാൻ, അവരോട് സംവദിക്കാൻ, അവരുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാൻ, അവരെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് മനസ്സിലാക്കാൻ, അവരെ നേരിടുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ, അവരഭിമുഖീകരിക്കുന്ന അവരുടെ പാഠ്യവിഷയങ്ങളിൽ ബന്ധപ്പെട്ട വിഷയങ്ങൾ മനസ്സിലാക്കാൻ എത്ര രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനുഷ്യാവകാശ പ്രവർത്തന ദിനത്തിൽ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. കുട്ടികളെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ ജനിച്ചു വീഴുന്ന കുട്ടികളിൽ നമ്മൾ പരിശോധിക്കണം, അവർക്ക് എത്രമാത്രം മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നമ്മുടെ വീട്ടുകാർ, നമ്മുടെ രക്ഷിതാക്കൾ ചെയ്യുന്നുണ്ട് എന്നത്. അവർക്ക് ജീവിക്കാനുള്ള അവകാശം, അവരുടെ ആരോഗ്യത്തിനുള്ള അവകാശം. മുമ്പിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്ന രക്ഷിതാക്കളുണ്ട്, പ്രസവിച്ച് വീണ കുട്ടിയുടെ മുമ്പിൽ അവരുടെ റൈറ്റ് ടു ഹെൽത്തിന്റെ കടക്കലാണ് നിങ്ങൾ കത്തിവെക്കുന്നത്. നിരന്തരമായ അവരുടെ ആരോഗ്യ പ്രശ്നത്തിൽ നിങ്ങൾ വലിയ ആഘാതം സൃഷ്ടിക്കുകയാണ്. വളരെ അഭിമാനപ്പെടുത്തലും ആശുപത്രിയുടെ പുറത്തുപോയി സിഗരറ്റ് വലിച്ചുകൊണ്ട് ആ ശ്വാസോച്ഛ്വാസം കുട്ടികളുടെ മുമ്പിലേക്ക് ഉമ്മ കൊടുത്തു വിടുന്ന രക്ഷിതാക്കൾ നമ്മുടെ ഇടയിലില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കും. അതേപോലെ തന്നെ അനാരോഗ്യകരമായ എന്തൊക്കെ പ്രവണതകളാണ് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തനത്തിന്റെ മേഖലയിൽ നമ്മൾ കൊണ്ടുവരണം. നമ്മൾ പല വിഷയങ്ങളിലും നമ്മൾ അവഗണിക്കുന്നത് നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ്. നമ്മുടെ ചില വിഷയങ്ങൾക്ക് മാത്രം ഗൗരവം കൊടുക്കും, ചില വിഷയങ്ങൾ അങ്ങനെ നമ്മൾ അതൊരു വലിയ വിഷയമല്ല എന്ന് ധരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ സർക്കാരിന്റെ വിഷയങ്ങൾ വരുമ്പോൾ പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷം എന്നുള്ളതിൽ വേറൊരു പക്ഷം എന്നുള്ളതിൽ നമ്മൾ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. മറ്റു പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. കുട്ടികൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചെയ്യാറുണ്ട്. വാഹനങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അതൊക്കെ ആവശ്യമാണ്. നമുക്കതിനുള്ള എല്ലാ അവകാശങ്ങളുണ്ട്, പ്രതിഷേധിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പോകുന്ന പല വിഷയങ്ങളിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുട്ടികൾ മുതൽ തുടങ്ങുന്ന വിഷയത്തിൽ ജീവിതത്തിൽ ഒരുപാട്
അവരുടെ വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്നു. അത് അവരുടെ ഭാവി ജീവിതത്തിന്, അവരുടെ യഥാർത്ഥ ജീവിത പ്രയാണത്തിന് അതൊരു ആഘാതമായിരിക്കും. അതൊരു വൈറസായിട്ട് അവരുടെ മുമ്പിൽ നിന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത്. നമ്മുടെ ഓരോരോ വിഷയത്തിലും നമ്മൾ ആദ്യം തിരിഞ്ഞു നോക്കേണ്ടത് നമ്മുടെ മനസ്സിലേക്കാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ എന്തൊക്കെ നിസ്സാരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ കൈകൾ കൊണ്ട് എന്തൊക്കെ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ മറ്റുള്ളവർക്ക് വരുന്നുണ്ട്. സാറതാണ് സൂചിപ്പിച്ചത്, കമലപക്ഷ സാർ സൂചിപ്പിച്ചത്, എന്റെ കാര്യങ്ങൾ ഞാൻ നന്നായിട്ട് നോക്കുക, എന്നിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നന്നായിട്ട് ചമഞ്ഞു നിൽക്കുക എന്നത് മാത്രമല്ല, നമ്മൾ സാധാരണ നാട്ടുപുറത്ത് പറയാനുണ്ട്, ഒരുത്തന്റെ സ്വാതന്ത്ര്യം വരുന്നത് മറ്റുള്ളവന്റെ മൂക്കിൻ തുമ്പത്ത് വരെയാണെന്ന്. അതേപോലെ തന്നെ എന്റെ സ്വാതന്ത്ര്യം, എന്റെ മനുഷ്യാവകാശം പറയുന്നത് ഞാൻ മാത്രം സംരക്ഷിച്ചുകൊണ്ട് ഞാൻ ഏറ്റവും നല്ലതായിട്ട് പോകുക എന്നുള്ളതല്ല. നമ്മുടെ കൂടെയുള്ളവരുടെ, നമ്മുടെ കൂടെ വസിക്കുന്നവരുടെ, നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരുടെ, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ അവരുടെ പ്രയാസങ്ങൾ, എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങൾ, മാലിന്യ സംസ്കരണ മനുഷ്യാവകാശ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് മാലിന്യ പ്രശ്നം. അത് ആരോഗ്യത്തിന് വിഘാതം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ മാലിന്യ പ്രശ്നത്തിൽ ഇടപെടുന്നത് മനുഷ്യാവകാശ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കണം. റോഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുന്നത് മനുഷ്യാവകാശത്തിന്റെ വിഷയമായിട്ട് നമ്മൾ, കുടിവെള്ള സംരക്ഷണത്തിന്റെ വിഷയം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അത് മനുഷ്യാവകാശ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എടുക്കണം. കുട്ടികളുടെയും സ്ത്രീകളുടെയും സംരക്ഷണം മനുഷ്യാവകാശ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എടുക്കണം. ഈ കാര്യങ്ങളൊക്കെ ഈ ഫുഡിൽ മായങ്ങൾ, നമ്മളിപ്പോൾ ഒരുപാട് വെളിച്ചെടുക്കാരെ നമ്മൾ പരിശോധിക്കാൻ പോയപ്പോൾ ഒരുപാട് ആൾക്കാരെ നമുക്ക് കിട്ടി. ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് കൂടെ അതിലുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഞാനിപ്പോൾ തലശ്ശേരിയിൽ നിന്ന് കൊണ്ടുവരും ആട്ടം നടത്തുന്നത്. വീട്ടുകാരോട് വരുമ്പോൾ 3-4 ലിറ്റർ വെളിച്ചെണ്ണ കൂടി വാങ്ങിച്ചുകൊണ്ടിരുന്നെന്ന് വരെ പറയുകയാണ്. ആ രീതിയിലേക്ക് നമ്മുടെ നാട്ടിലുള്ള കച്ചവടക്കാര് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാം മായം ചേർത്തിട്ടുള്ള വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ആഹാര പദാർത്ഥങ്ങളുമാണ് നമുക്ക് വിപണനം ചെയ്യുന്നത്. ഇതൊക്കെ മനുഷ്യാവകാശ ധ്വംസനത്തിന്റെ ഏറ്റവും ഭീകരമായ ഒന്നുകളാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഓരോ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ധ്വംസനങ്ങളെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും അതിനെതിരെ പ്രതികരിക്കാനും എഴുന്നേറ്റ് നിൽക്കാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് തുടങ്ങേണ്ടത്. ഈ 1 വർഷം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫെഡറേഷൻ അവരുടെ പ്രവർത്തനങ്ങളെ വളരെ ആത്മാഭിമാനപൂർവ്വം ഞാൻ ശ്ലാഘിക്കുന്നു. അവരുടെ 1 വർഷം കൊണ്ട് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒരുപാട് സംഘടനകളുമായി അവർ കൂടിയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുന്നു. ഷാഹുൽ നബീദാണ് അതിന്റെ ചുക്കാൻ പിടിക്കുന്നത്. കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പോകുന്നു. ആ കാര്യങ്ങൾ തുടരട്ടെ. അതിന് എല്ലാവർക്കും ആ രീതിയിൽ ഒരു പക്ഷപാതിത്വമില്ലാതെ, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റീവും അതിന്റെ കാണിക്കാതെ ഒബ്ജക്റ്റീവായിക്കൊണ്ട് നമ്മുടെ ഓരോരോ വിഷയത്തിൽ നമ്മൾ വിഷയാധിഷ്ഠിതമായി കാണുവാനുള്ള മനസ്സോട് കൂടിയിട്ട് പ്രവർത്തനങ്ങൾക്ക് മുൻനിൽക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നേവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇനി ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട പുരസ്കാര സമർപ്പണത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഓരോ വ്യക്തികളും ആദരിക്കപ്പെടുന്നത് അവരുടെ പ്രത്യേക പ്രവർത്തന മേഖലകളിലെ അവർ നൽകിയ സംഭാവനകൾ കൂടി മാനിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ റജിമണ്ണൻ ദുബായിൽ ഒരു റേഡിയോ TV അവതാരകനായിട്ട് ജോലി ചെയ്യുമ്പോൾ നാട്ടിൽ ഇതുപോലെ ഒരു മഹത്തരമായ ചടങ്ങ് ഒരുപക്ഷെ നമ്മുടെ ടീക്കാറാം മീണ സാർ പോലെ, ജസ്റ്റിസ് പാഷ സാർ പോലെ, നമ്മുടെ പ്രിയപ്പെട്ട കളക്ടർ പോലെ പ്രമുഖരെ തിരഞ്ഞെടുത്ത് ഇതുപോലൊരു വിശേഷ പരിപാടി ഒരുക്കിയപ്പോൾ ഷാഹുൽ ഹമീദിനെ ഞാൻ നന്ദി അറിയിക്കുന്നു. എനിക്കതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ പുരസ്കാരങ്ങൾ സമർപ്പിക്കുകയാണ്. NHRF നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫെഡറേഷൻ മാൻ ഓഫ് ദി ഇയർ അവാർഡ് ഫോർ 2019 ആണ് ഇവിടെ സമർപ്പിക്കുന്നത്. ആൻഡ് അവാർഡ് ഗോസ് ടു Honorable Tikaram Meena IA. National Human Rights and Humanitarian Federation NHRF Human Excellence Award 2019. ഇന്ത്യയിലും കേരളത്തിലും തന്റെ പ്രവർത്തന മേഖലയിൽ ആതുര സേവന രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം അദ്ദേഹമാണ് ഈ പുരസ്കാരം നൽകുന്നത്. NHRF Human Excellence Award 2019 goes to Justice B. Kamal Pasha. Thank you so much, Dr. Jose Chacko Periyapuram, and
Congratulations, Justice Kamal Pasha. ഇനി NHR Humanitarian Award 2019 goes to Kollam Collector B. Abdul Nasser IAS. I request the former Kerala High Court Justice B. Kamal Pasha to hand over the award. Humanitarian Federation NHR Humanity Award 2019 goes to Maidin Kunya IPS for loyal service and outstanding humanitarian activities. ഈ ഹ്യൂമാനിറ്റി അവാർഡ് 2019 സമ്മാനിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ കമാൽ പാഷ ആണ്. Award 2019 സമാധാനത്തിനുള്ള ഈ പുരസ്കാരം award goes to M.K. Raju, Resident Teacher and Humanitarian. 40 വർഷത്തിലേറെയായി അദ്ദേഹത്തിന്റെ ലോയൽ സർവീസ് നമ്മുടെ ജില്ലയ്ക്ക്, നമ്മുടെ നാടിന്, അദ്ദേഹത്തിന്റെ സോഷ്യൽ വർക്ക്, പ്രൊഫഷണലിസമും നമുക്ക് ലഭിക്കുന്നു. അവാർഡ് നൽകുന്നത് റെസ്പെക്ടഡ് ജസ്റ്റിസ് കമാൽ പാഷ. അർഹയായത് ശ്രീമതി സുഗത പ്രമോദ്. സുഗത പ്രമോദിനെ ബഹുമാനത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി ഇവിടെ ഉപഹാരം സ്വീകരിക്കുന്നത് ശ്രീ ഷറഫുദ്ദീൻ മൂലത്തറയിലാണ്. സോഷ്യൽ ആക്ടിവിറ്റീസ് NHRഫിനുള്ള അഗൈതവുമായ സപ്പോർട്ട് ആണ് ഇദ്ദേഹത്തെ ഏറ്റവും ശ്രദ്ധേയനാക്കുന്നത്. നവോത്ഥാനപരമായ ലക്ഷ്യബോധത്തോടെ കേരളത്തിന്റെ കലാ സാംസ്കാരിക സാമൂഹിക മണ്ഡലത്തിലെ നിറസാന്നിധ്യത്തിന് NHRഫിന്റെ ആദരവാണിത്. ഈ token of appreciation അദ്ദേഹത്തിന് and the certificate of appreciation. അമേരിക്കയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര ഓൺലൈൻ പ്രസംഗ മത്സരത്തിൽ NHRഫിന് വേണ്ടി പങ്കെടുത്ത മിടുക്കനാണ് മിലൻ ആർ നാരായൺ. അബ്ദുൽ നാസർ IAS, ടീക്കറാം മീന തുടങ്ങിയവരാണ് ഈ ഉപഹാരങ്ങൾ സർട്ടിഫിക്കറ്റ്സ് നൽകുന്നത്. മനുഷ്യാവകാശ ദിനാഘോഷത്തിന്റെ ഭാഗമായി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫെഡറേഷനും അക്ഷരമുദ്രയും സംയുക്തമായി മാറുന്ന വ്യവസ്ഥിതിയും മനുഷ്യാവകാശങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച പ്രബന്ധ രചനാ മത്സരത്തിലെ വിജയികളെ ക്ഷണിക്കുന്നു. ആദ്യം ശ്രീമതി KV സുമിത്ര. ഈ പ്രബന്ധ രചനാ മത്സരത്തിലെ മറ്റൊരു വിജയി ശ്രീമതി വിജയശ്രീ മധു. ബഹുമാനപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആൻഡ് ഐ റിക്വസ്റ്റ് Honorable Additional Chief Secretary Sri Tikaram Meena to hand over the award. ഈ പ്രബന്ധത്തിൽ വിജയിയായ മറ്റൊരു വ്യക്തി ദേവലാൽ ചെറുകരെ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ഈ ഒരു അവാർഡ് ആ വ്യക്തിക്ക് സമ്മാനിക്കുന്നത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. പത്മശ്രീ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. ആരോഗ്യ പരിപാലന രംഗത്ത് അതുല്യ സംഭാവന നൽകിയ മഹത് വ്യക്തി. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയ ശസ്ത്രക്രിയ പുനർവിന്യാസം നടത്തി മനുഷ്യനെ മരണത്തിലേക്കല്ല, മറിച്ച് മരണത്തെ തോൽപ്പിച്ച് മനുഷ്യനെ പുതുജീവിതത്തിലേക്ക് നയിക്കാൻ പ്രേരണയായ ഭിഷഗ്വരൻ. The one and only Indian cardiac surgeon who performed the first successful heart transplant in the state of Kerala and the first retransplant in India. Padma Shri Dr. Jose Chacko Periyapuram. അദ്ദേഹം ഈ honorary doctorate നൽകിയ വ്യക്തി നമുക്ക് പ്രിയങ്കരനായ ജസ്റ്റിസ് ബി കമാൽ പാഷ. ഈ ഡോക്ടറേറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഷെഫീഖ് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു, ഇത് ആര് തരുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചു. എനിക്ക് വേറെ മറുപടി ഒന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ 2 പ്രാവശ്യത്തിൽ കൂടുതൽ അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തിട്ടുണ്ട്, ഡോക്ടർ ജോസ് ചാക്കോ തരുവാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് കിട്ടുമെങ്കിൽ അദ്ദേഹം മതി എന്ന് പറഞ്ഞു. ഡോക്ടർ അത്രയും തിരക്കുണ്ടായിരുന്നിട്ടും ഇതിനു വേണ്ടി തന്നെ അവിടുന്ന് എറണാകുളത്ത് നിന്ന് ഇവിടെ അവർ വന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് നന്ദി പ്രകാശിപ്പിക്കുന്നു. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നന്ദി പ്രകാശിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാന്ത്രിക വിരലുകൾ ഇനി എന്നും ചലിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. കാരണം ധാരാളം രോഗികൾ ഒരു ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ആളാണ്. യൂണിവേഴ്സിറ്റി USA ഡോക്ടറേറ്റ് സ്വീകരിക്കുന്നു ശ്രീ ബി കമാൽ പാഷ, ഫോമർ ഹൈക്കോർട്ട് ജസ്റ്റിസ്. നിയമം നിയമത്തിന്റെ വഴിക്ക്. ഈ ആപ്തവാക്യം അർത്ഥവത്താക്കുന്ന കേരളത്തിലെ നിയമ പരിപാലകരിൽ മുന്നിൽ നിൽക്കുന്ന മഹത് വ്യക്തി ശ്രീ കമാൽ പാഷ. സാധാരണക്കാരുടെ സാമൂഹിക ജീവിത മൂല്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ ഉൾക്കൊണ്ട് സാമൂഹിക നീതിയുടെ പരമോന്നത തലത്തിൽ അവയെ എത്തിച്ചുകൊണ്ട് നിയമസമത്വം, സാഹോദര്യം, മാനുഷിക പ്രതിബദ്ധത എന്നീ ആശയങ്ങൾ സംരക്ഷിക്കുവാൻ പ്രയത്നിക്കുകയും ഇപ്പോഴും എപ്പോഴും ശ്രമം തുടരുകയും ചെയ്യുന്ന മഹത് വ്യക്തി. കൊല്ലം അഞ്ചൽ സ്വദേശി. 1979 തുടങ്ങിയ ഔദ്യോഗിക ജീവിതത്തിന്റെ വഴിത്താരകളിൽ നിയമപാലകർക്കും സത്യാന്വേഷികൾക്കും പ്രായഭേദമന്യേ വക്കീലന്മാർക്കും ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥിതിക്ക് തന്നെ വെളിച്ചം വീശുന്ന വ്യക്തിയായി ജസ്റ്റിസ് പാഷ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫെഡറേഷൻ NHRF നൽകുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ റോയൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഹോണററി ഡോക്ടറേറ്റ് സ്വീകരിക്കാൻ അഭിമാനത്തോടെ ക്ഷണിക്കുന്നു ജസ്റ്റിസ് ബി കമാൽ പാഷ. ഇദ്ദേഹത്തോടൊപ്പം തന്നെ ഈ ഡോക്ടറേറ്റ് അഭിമാനത്തോടെ സ്വീകരിക്കുന്നു ശ്രീ ടീക്കാറാം മീന IAS. അമേരിക്കൻ യൂണിവേഴ്സിറ്റി USA ഡോക്ടറേറ്റ് സ്വീകരിക്കുന്നു ശ്രീ ടീക്കാറാം മീന IAS, അഡീഷണൽ ചീഫ് സെക്രട്ടറി ആൻഡ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇൻ കേരള. ഇന്ത്യ കണ്ട ആദ്യത്തെ ശക്തനായ ഇന്ത്യൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പരേതനായ TN ശേഷനാണ് എങ്കിൽ കേരളത്തിലേക്ക് വന്നിട്ടുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ 100% നീതിപൂർവമായ പ്രവർത്തന ശൈലിയുടെ ഉടമയാണ് ശ്രീ ടീക്കാറാം മീന. കൃത്യമായ നിയമബോധം, ചിട്ടയായ ഔദ്യോഗിക ഭാഷ, ഉത്തമമായ പൗരത്വ രീതി, മാതൃകാപരമായ പെരുമാറ്റം, ഇതെല്ലാം ഇദ്ദേഹത്തെ മറ്റു പലരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. കാലഹരണപ്പെട്ടതും വ്യതിചലിക്കുന്നതുമായ നിയമബോധന രീതിയെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരന്റെ മൗലികാവകാശ രീതിക്കനുസരിച്ച് പ്രവർത്തന സജ്ജമാക്കുന്നതിൽ നിസ്തുലമായ സേവനമാണ് ഇദ്ദേഹം കേരള ജനതയ്ക്ക് നൽകുന്നത്. ഇത് തുടർന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫെഡറേഷൻ NHRF നൽകുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ റോയൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റി
ഹോണററി ഡോക്ടറേറ്റ് സ്വീകരിക്കാൻ അഭിമാനത്തോടെ ക്ഷണിക്കുന്നു ഹോണറബിൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആൻഡ് ചീഫ് ഇലക്ടറൽ ഓഫീസർ കേരള ഡോക്ടർ ടീക്കാറാം മീണ IAS. അദ്ദേഹത്തിന് ഈ അവാർഡ് ഈ ഡോക്ടറേറ്റ് സമ്മാനിച്ചത് ഡോക്ടർ ഗിരീഷ് കുമാർ, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലോ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇൻ കേരള. ഇനി പ്രിയരെ, ഈ ഉപഹാരം, ഈ ഡോക്ടറേറ്റ് അഭിമാനത്തോടെ സ്വീകരിക്കുന്നത് ശ്രീ പി അബ്ദുൽ നാസർ IAS, റെസ്പെക്റ്റഡ് കർമ്മപഥത്തിൽ ശോഭയോടെ പ്രവർത്തന സജ്ജനായ ഭരണാധികാരി. സുതാര്യമായ ഭരണം ജനങ്ങളുടെ അവകാശവും ജനങ്ങളുടെ സംരക്ഷകരാകണം യഥാർത്ഥ ഭരണകർത്താക്കളും എന്ന് തെളിയിച്ചുകൊണ്ട് സെറ്റ് കൊല്ലം, ക്ലീൻ കൊല്ലം എന്നീ വ്യാഖ്യാനങ്ങളിലൂടെ തന്റെ കഴിവ് ജനമധ്യത്തിൽ ഉയർത്തിക്കാട്ടി മറ്റുള്ളവർക്ക് മാതൃകയായ ബഹുമാന്യ ജില്ലാ കളക്ടർ ശ്രീ അബ്ദുൽ നാസർ IAS. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫെഡറേഷൻ NHRF നൽകുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ റോയൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഹോണററി ഡോക്ടറേറ്റ് സ്വീകരിക്കാൻ അഭിമാനത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ കളക്ടർ ശ്രീ അബ്ദുൽ നാസർ IAS. ഡോക്ടർ ഗിരീഷ് കുമാർ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലോ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ഈ ഹോണററി ഡോക്ടറേറ്റ് അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു. ഇനി ഈ വേദിയിൽ നിങ്ങളുടെ ഭംഗിയ സാന്നിധ്യത്തിൽ ഡോക്ടറേറ്റ് സ്വീകരിക്കുന്നത് ശ്രീ MK രാജു. റോയൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് സ്വീകരിക്കുന്നു MK രാജു. വിദ്യാധനം എന്നത് പരിപൂർണതയിൽ എത്തുമ്പോൾ വിദ്യാർത്ഥിയുടെ ആരോഗ്യ സംരക്ഷണവും അതിൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടേണ്ടതുമാണ്. നിരവധി കലാകായിക സാമൂഹിക സാംസ്കാരിക സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമാവുകയാണ് ശ്രീ MK രാജു സാർ. ഗുരുശ്രേഷ്ഠ, മദർ തെരേസ, BR അംബേദ്കർ, സേവാരത്ന, ശ്രേഷ്ഠ സേവ, കൗമുദി ടീച്ചർ, APJ അബ്ദുൽ കലാം, KR നാരായണൻ, ഗാന്ധി പീസ് ഇന്റർനാഷണൽ എന്നീ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾക്ക് അർഹനായി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് മുതൽക്കൂട്ടായി മാറിയ ഇദ്ദേഹം വരും തലമുറയ്ക്ക് വഴികാട്ടിയാവട്ടെ. മനസ്സും ശരീരവും ചെറുപ്പമാക്കി ഊർജ്ജസ്വലതയോടെ പ്രത്യാശയായി മാറിയ, കോട്ടയത്തു നിന്നെത്തി കരുനാഗപ്പള്ളിയുടെ കണ്ണിലുണിയായി മാറിയ രാജു സാർ. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫെഡറേഷൻ NHRF നൽകുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ റോയൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഹോണററി ഡോക്ടറേറ്റ് സ്വീകരിക്കുവാൻ അഭിമാനത്തോടെ ക്ഷണിക്കുന്നു റിട്ടയർഡ് സീനിയർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഡോക്ടർ MK രാജു. കമാൽ പാഷയാണ് ഇനി ഈ ഡോക്ടറേറ്റ് സമ്മാനിക്കുന്നത്. ഹോണററി ഡോക്ടറേറ്റ് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂറോപ്യൻ റോമ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ഇൻടു ക്രൈം അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി ആൻഡ് ഇന്റർനാഷണൽ ലോ, ബെൽഗ്രേഡ്. ഈ ഡോക്ടറേറ്റ് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ സ്വന്തം മൈലി കുഞ്ഞ് IPS. റോയൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റി USA ഡോക്ടറേറ്റ് സ്വീകരിക്കുന്നു ശ്രീ M മൈലി കുഞ്ഞ് IPS, റിട്ടയർഡ് പോലീസ് കമ്മീഷണർ. ജനങ്ങൾക്കെതിരെ അക്രമവും നിയമനിഷേധവും നിത്യസംഭവമാകുന്ന ഈ കാലഘട്ടത്തിൽ ജനങ്ങളുടെ സംരക്ഷണം പൂർത്തീകരിക്കേണ്ട നിയമപാലകർക്ക് ഉത്തമ ഉദാഹരണമാണ് ശ്രീ മൈലി സാർ. കാലാനുസൃതമായ രീതിക്ക് ദുർവ്യാഖ്യാനങ്ങളുടെ അകമ്പടിയില്ലാതെ നിസ്വം പോലെയുള്ളവർ നാളെ നമ്മുടെ നാടിന്റെ നാഡീ തരംഗങ്ങളാകട്ടെ എന്ന പ്രത്യാശയുണ്ട് ഞങ്ങൾക്ക്. കഴിഞ്ഞ 25 വർഷങ്ങളായി പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് കൺസ്യൂമർ കൗൺസിലിന്റെ പ്രസിഡന്റ്, 5 തവണ കേരള ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് അവാർഡിന്റെ തിളക്കം, കേരള പോലീസിൽ തന്നെ കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ചതിന്റെ ആത്മാഭിമാനം, കൊല്ലം ഉപഭോക്തൃ കോടതിയിലെ ജില്ലാ ജഡ്ജിയുടേതിന് തുല്യമായ പദവിയുള്ള മെമ്പർ, അതിനെ നിശ്ചയിച്ച പദവികൾക്ക് തോളിലെ മെഡലുകളേക്കാൾ തിളക്കം. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫെഡറേഷൻ NHRF നൽകുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ റോയൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഹോണററി ഡോക്ടറേറ്റ് സ്വീകരിക്കാൻ അഭിമാനത്തോടെ ക്ഷണിക്കുന്നു
ഡോക്ടർ എം മൈദീൻ കുഞ്ഞ് IPS. നിങ്ങളുടെ മഹനീയ സാന്നിധ്യമാണ് ഈ അവാർഡ് ദാന ചടങ്ങിന്റെ തിളക്കം. ഡോക്ടറേറ്റ് വിന്നേഴ്സ് ഈ അവസരത്തിൽ ഷാഹുൽ ഹമീദ് എന്ന ഫൗണ്ടർ ആൻഡ് ചെയർമാൻ NHRF, അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫെഡറേഷന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു. ലോക രക്ഷയ്ക്കാവട്ടെ NHRF എന്ന് അഭിമാനത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങുകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടെ തന്നെ मुझको भी तो जीने का हक है, मुझको भी तो जीने का हक है। मैं भी तो इंसान हूँ तेरी तरह मैं भी तो इंसान हूँ। मुझको भी तो जीने का हक है, मुझको भी तो जीने का हक है। मैं भी तो इंसान हूँ तेरी तरह मैं भी तो इंसान हूँ। दिल न रोया तेरा जब तूने मेरे घर से मुझे बेघर कर दिया। क्यों दिल न रोया तेरा जब तूने मेरे अपनों से मुझको जुदा कर दिया। आंखें मेरी भीगी रही, दिल ये मेरा रोता रहा। आंखें मेरी भीगी रही, दिल ये मेरा रोता रहा। मुझको भी तो जीने का हक है, मैं भी तो इंसान हूँ तेरी तरह